ഇവിടെ ഈ ധന്യമായ പരിപാടിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഇത് സംഘടിപ്പിച്ച പ്രിയ സുഹൃത്തുക്കൾക്ക് ആദ്യമേ ഞാൻ വളരെ ഹൃദയപൂർവ്വം എൻ്റെ കൃതജ്ഞതയും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. മഴ പെയ്യുന്ന ഒരു ദിവസമാണ്. 6 മണിക്ക് തുടങ്ങേണ്ട പരിപാടിയാണെന്നാണ് ഞാൻ ധരിച്ചത്. തന്നെ മണി 7 10, 15, 18 പാട്ടുകൾ പാടാനുണ്ട്. അത് തന്നെ 2-2.5 മണിക്കൂർ എടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. വയലാറിനെ പറ്റി എത്ര നേരം സംസാരിച്ചാലും എനിക്ക് മതിയാവുകയില്ല, നിങ്ങൾക്ക് മതിയാവുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു വലിയൊരു കൺഫ്യൂഷനിലാണ് എവിടെ വെച്ചത് നിർത്തണം എന്നൊക്കെയുള്ള കാര്യം. എന്തായാലും ഒരു 30-45 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം, എന്നിട്ട് നമുക്ക് പാട്ടിലേക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ വളരെ ഒരു ബാലനായിരിക്കുന്ന കാലത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുതൽ ഞാൻ നിരന്തരം കൂടെ നടക്കുന്ന ഒരാളാണ് വയലാർ രാമവർമ്മ. അദ്ദേഹം മരിക്കുമ്പോൾ എനിക്ക് 23 വയസ്സാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മരിച്ച ദിവസം, മരിച്ച രാത്രി മെഡിക്കൽ കോളേജിന്റെ സർജിക്കൽ വാർഡിന് മുമ്പിൽ നിൽക്കാനും മരണം ഡോക്ടർ വന്ന് പറയുന്നത് കേൾക്കാനും ഒക്കെ എനിക്ക് അവസരമുണ്ടായില്ലെങ്കിൽ ഞാനവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ശരചന്ദ്രനും അമ്മയും ഒക്കെ വരുന്നത് കുറച്ച് കഴിഞ്ഞാണ്. ഒരു നേരത്തെ വന്നിട്ട് പോയതാണ്. എനിക്കോട് 2:30-ഓ 3 മണിക്കോ ആണ് വയലാറിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അന്നവിടെ അധികം പേരൊന്നും ഇല്ല. വെളിയിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ, എസ് കുമാറും കുറച്ച് പേരൊക്കെ. ഞാനവിടെ പോയത് ഞാനന്ന് മലയാളത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരനായതുകൊണ്ടോ VIP ആയതുകൊണ്ടോ ഒന്നുമല്ല. എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ് വയലാർ രാമവർമ്മ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി, കവി എന്നുള്ളതിലേക്ക് ഞാൻ ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരു ഗാനരചയിതാവ്, എൻ്റെ ഒരു മെന്റർ. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ സ്വയം എൻ്റെ മനസ്സിൽ ഒരു മെന്ററായി പ്രതിഷ്ഠിച്ച വയലാർ കേരളത്തിൻ്റെ രോമാഞ്ചമായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടിറങ്ങുമ്പോഴും ഓരോ പടത്തിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് വേണ്ടി പടം കാണാൻ പോയിരുന്ന ഒരു കാലം. അങ്ങനെ കീർത്തിയുടെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കെ നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നത് പോലെ വയലാർ രാമവർമ്മ 46-ാം വയസ്സിൽ മരിച്ചു പോവുകയാണ്. മറ്റൊന്ന്, അന്ന് ഓർമ്മയുള്ളവർക്കറിയാം, കേരളം കണ്ട ഏറ്റവും വലിയ വിലാപ യാത്ര നടന്നൊരു ദിവസമാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഗാനരചയിതാവണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. കാരണം ഒരു പാട്ടെഴുതുന്ന ഒരാളിന്, ഒരു കവിക്ക് ഇത്രയേറെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുമല്ലോ എന്നെല്ലാം 23 വയസ്സുകാരനായ ഞാനിന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് ചിന്തിച്ചത് ഞാനിപ്പോൾ ഓർത്തെടുക്കുകയാണ്. വയലാർ രാമവർമ്മയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനുണ്ട്. പക്ഷേ എനിക്ക് ഗാഠമായിട്ടുള്ള ബന്ധമൊന്നും വ്യക്തിപരമായിട്ടില്ല. 3-4 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ വളരെ വാത്സല്യത്തോടു കൂടി നമ്മളോട് പെരുമാറുന്നവരാണ്. എൻ്റെ അച്ഛനിലൂടെ ഞാൻ മനസ്സിലാക്കിയ വയലാർ രാമവർമ്മ എന്നത് ഒരുപാട് വ്യക്തിബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഒരു നിറകുടമായിട്ട് അങ്ങ് മദ്രാസിലെ ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റിയ ഒരാളാണ് എല്ലാ അർത്ഥത്തിലും. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കണക്കുകൾ നമ്മൾ വേണ്ടത്ര പരിശോധിക്കുകയാണ് എങ്കിൽ വയലാർ ഒരു ഗാനരചയിതാവായിട്ട് മദ്രാസിൽ പോകുന്നത് 1960-61 കാലഘട്ടത്തിൽ. ഒരുപക്ഷെ ഭാര്യ എന്ന് പറയുന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷമാണ് മദ്രാസിൽ കേന്ദ്രമാക്കി പ്രവർത്തിച്ച ഒരു ഗാനരചയിതാവായിട്ട് വയലാർ മാറുന്നത്. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്, കുറച്ച് പടങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഭാര്യയുടെ വൻപിച്ച വിജയത്തോട് കൂടിയിട്ടാണ് വയലാർ ദേവരാജൻ ടീം എന്നുള്ളത് ഒരു മലയാളത്തിൽ ഒരു വലിയ ഒരു മോമെന്റായി മാറുന്നത്. അങ്ങനെയാണ് ദേവരാജൻ കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുന്ന ദേവരാജൻ അതോടുകൂടി കച്ചേരി നിർത്തി. പിന്നെ ദേവരാജൻ കച്ചേരിക്കൊന്നും പോവുകയില്ല. ഈ രംഗത്ത് ശ്രദ്ധിക്കണമെന്ന് തോന്നിയതോടുകൂടി ദേവരാജൻ മാസ്റ്റർ പിന്നെ കച്ചേരി നടത്തുന്നില്ല, പാട്ടിൽ മാത്രം ശ്രദ്ധിച്ചു. വയലാർ മദ്രാസിലേക്ക് പോകും. 1975 ഒക്ടോബറിൽ വയലാർ മരിക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ ഭാര്യ ഇറങ്ങിയത് 61 62 മറ്റോ ആണെന്ന് എൻ്റെ ഓർമ്മ. ഏതാണ്ട് 13 അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ 14 വർഷം കൊണ്ട് മലയാളത്തിന് കിട്ടിയ വിശിഷ്ടമായിട്ടുള്ള വസന്തകാലമാണ് വയലാർ ദേവരാജൻ അല്ലെങ്കിൽ വയലാർ ബാബുരാജൻ എന്നൊക്കെ പറഞ്ഞ് ഈ കവി നമുക്ക് തന്നിട്ട് പോയ ഈ ഗാനവസന്തം, അസ്തമിക്കാത്ത പാടാത്ത വസന്തമായി നമ്മുടെ കൂടെ ഇപ്പോഴുമുള്ള ഈ പാട്ടുകൾ കേവലം 14 15 വർഷം കൊണ്ട് അദ്ദേഹം നമുക്ക് എഴുതി തന്നതാണ് എന്നോർക്കുമ്പോൾ ആ ഒരു 15 വർഷത്തിന്റെ ഔട്ട്പുട്ടാണ്, ആ 15 വർഷത്തിന്റെ സർഗാത്മകമായിട്ടുള്ള സൗന്ദര്യാവിഷ്കാരമാണ് നമ്മൾ ഈ 50 വർഷത്തിന് ശേഷവും ആഘോഷിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ആ സർഗധന്യതയുടെ ആഴം കണ്ട് നമ്മൾ അന്താളിക്കുകയാണ്. എന്നെപ്പോലെ ഈ പാട്ട് എഴുതാനൊക്കെ ശ്രമിക്കുന്നവര്, പാട്ട് എഴുതുന്നവരൊക്കെ അറിയാതെ ദിവസവും കൈകൂപ്പും. കാരണം നമ്മളൊരു പാട്ട് എഴുതാനായിട്ടിരുന്നാല് ഇതായി വരണ്ടേ, ഇത് നമുക്ക് ദോഷമിടുന്ന പോലെ അല്ലല്ലോ, ഇതായി വരണം, അത് ഒത്തുവരണം, സന്ദർഭത്തിനൊക്കണം, പിന്നെ വാക്കുകൾ നന്നായിരിക്കണം, നമ്മൾ ഉപയോഗിച്ച് തേഞ്ഞ വാക്ക് പാടില്ല, പുതിയ ബിംബങ്ങൾ വരണം, അതിനകത്തൊരു പുതുമയുണ്ടാവണം, ആളുകൾക്ക് കേൾക്കുമ്പോൾ ആഹ്ലാദം ഉണ്ടാകണം, അത് സന്ദർഭത്തിൽ ഇണങ്ങുന്നതായിരിക്കണം, തുടങ്ങി ഒരുപാട് മ്യൂസിക്കലായിരിക്കണം, പദങ്ങളുടെ ചേർച്ച, ബിംബങ്ങളുടെ ചേർച്ച തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ. പിന്നെ ആശയങ്ങൾ ഉണ്ടാവണമല്ലോ. നമ്മൾ ആദ്യം ഒരു പല്ലവി എഴുതി, ആ പല്ലവിയിൽ നിന്ന് അടുത്തതിലേക്ക് വരട്ടെ. ഇപ്പൊ പുതിയ പാട്ടുകൾക്ക് ഒന്നും പ്രശ്നമല്ല കേട്ടോ, എന്തെങ്കിലും എഴുതി പോകുന്നു നമുക്ക് തീർത്തു കൊടുക്കാം. കാരണം പൂർവാപര ബന്ധം വേണമെന്ന് ഇപ്പൊ പാട്ടുകൾക്ക് നിർബന്ധമില്ല, എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. പക്ഷെ അങ്ങനെയല്ല. വയലാർ രാമവർമ്മയാണ് മലയാളത്തിന്റെ ഗാനങ്ങൾക്ക് ഒരു ചിട്ടയുണ്ടാക്കി. ഇങ്ങനെയാണ്, അതിനു മുമ്പില്ലെന്നല്ല. ഞാൻ ഈ പറഞ്ഞു പോയെങ്കിൽ ഒരുപാട് കാടുകയറി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പ്രസംഗം എന്ത് പറയണമെന്നുള്ളത് ഞാൻ ഏറ്റവും പിന്നെ പ്രിപ്പയർ എന്നല്ല, ഈ ചില വരികൾ മറന്നു പോകാതിരിക്കാനും ഒരു ഘടനയ്ക്കും വേണ്ടി ഞാനത് ഈ പാഡിൽ കുറച്ച് കുറിച്ചിട്ടുണ്ട്. അതിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ അതിലേക്ക് വരുന്നതിന് മുൻപ് അപ്പൊ അങ്ങനെയുള്ള വയലാറിനോട് വ്യക്തിപരമായി ഞാൻ എന്നും കടപ്പെട്ടിരിക്കുകയാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ ഇതിലേക്ക് വരാം. ഇങ്ങനെ എൻ്റെ അച്ഛൻ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സംവിധായകനായിരുന്നു. 100 മലയാളത്തിൽ തന്നെ 95 പടങ്ങൾ ചെയ്തു. പിന്നെ തമിഴിലും തെലുങ്കിലും എല്ലാം കൂടെ 10-30 പടം അല്ലാതെയും ചെയ്തു. അപ്പോൾ ഈ 60കളൊക്കെ എൻ്റെ അച്ഛൻ്റെ ഒരുപാട് പടങ്ങൾ, ഒരു വർഷം 8-10 പടങ്ങളൊക്കെ വരുന്ന വർഷങ്ങളാണ്. അച്ഛന് സ്വാഭാവികമായി 2-3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, പടത്തിലെ ഹീറോ ആയിരുന്നു, അത് പ്രേം നസീർ. വേറൊരു ഹീറോ അച്ഛനില്ല. പ്രേം നസീറിനെ കൊണ്ട് സാധിക്കുന്നു തോന്നുന്നില്ല എന്ന് പ്രൊഡ്യൂസർ പറഞ്ഞ, എന്നാൽ പിന്നെ നമുക്ക് സത്യനെ വിളിക്കാം എന്നേ പറയും. പാട്ട് വയലാറില്ല, വേറെ ആളില്ലല്ലോ, ഈ സബ്ജക്ട് വയലാറിന് ശരിയാവും, എന്നാൽ പിന്നെ ഭാസ്കരൻ ആയിക്കോ എന്നേ ഉള്ളൂ. വയലാറും പ്രേം നസീറുമാണ് അച്ഛൻ്റെ നാച്ചുറൽ ചോയ്സസ്. അത് അവർ തമ്മിലുള്ള ഗാഠമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ ഈ വയലാറ് കാണുമ്പോൾ ഗാനരചന എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛൻ മദ്രാസിനൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, പുതിയ പടത്തിന് ആരാണ് പാട്ടെന്ന് ചോദിക്കും. വയലാറ് തന്നെ, ബാബുരാജാണ് അല്ലെ ദേവരാജനാണ്. അപ്പോൾ അച്ഛൻ്റെ ഞാൻ ചുമ്മാ സന്ദർഭങ്ങൾ ചോദിക്കും, എന്താണ് അച്ഛൻ്റെ പടത്തിലെ പുതിയ ഒരു സന്ദർഭം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെയാണ്. അപ്പോൾ അവൾ പാടുന്ന ഒരു പാട്ട്, മറ്റേ പാട്ട്, എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ വളരെ വേഗമായിട്ട് ചില കഥാസന്ദർഭങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിരുന്ന് എഴുതും. ഞാനും വയലാറുമായിട്ടൊരു ബന്ധമാണ് ഞാൻ പറയുന്നത്. ഞാനിരുന്ന് എഴുതും. ഈ സന്ദർഭത്തിൽ ഞാനാണ്, എന്നെ അച്ഛൻ വിളിച്ചിട്ടില്ല ഗാനരചനമായിട്ട്, ഒരു പടം എഴുതുന്നുള്ളൂ, എന്നാലും ഞാനാണ് ഗാനരചന ചെയ്ത ആളെങ്കിൽ ഞാൻ എങ്ങനെ എഴുതും? അപ്പോൾ ഞാൻ അതിഭീകരമായിട്ടുള്ള പാട്ടുകളൊക്കെ എഴുതി വയ്ക്കും. എന്നിട്ട് പടം ഇറങ്ങുമ്പോഴാണ്, അയ്യോ അത് ശരി, ഇങ്ങനെയാണ് ഇത് പരിചരിക്കേണ്ടതല്ലേ. അപ്പൊ അങ്ങനെ ഓരോ പടത്തിനും ഞാൻ എഴുതി വെച്ച പാട്ടുകൾ എത്രയോ അധമമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് ഈ ഒരു അത്യുജ്വലമായിട്ടുള്ള ഭാവനയാണ്. ഇങ്ങനെയാണ് പാട്ട് എഴുതേണ്ടത്. ഇപ്പോൾ ഓരോ സന്ദർഭത്തിലും വയലാർ എന്നെ വിസ്മയിപ്പിക്കുകയാണ്. ഞാൻ പഠിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു ഇമേജിൽ എത്തുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വയലാർ അറിയാതെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പാട്ടുകളിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മറ്റൊരു കാര്യം. രണ്ട് സ്കൂളാണ്. വയലാറാണ് എൻ്റെ ഗുരുവെങ്കിലും ഞാൻ വയലാറിനെ പോലെ ഒരു ആളല്ല, സാധ്യവുമല്ല. പക്ഷെ പഠിച്ചു, എന്താണ് ഒരു പാട്ടിൽ വേണ്ടത് എന്നുള്ളത് പഠിച്ചത് വയലാർ എന്ന് പറയുന്ന മഹാവിദ്യാലയത്തിൽ തന്നെയാണ്, നിന്ന് തന്നെയാണ് എന്ന് ഞാൻ പറയും. എന്താണ് ഞാൻ ഈ പറയുന്ന വിസ്മയം? ഞാനിനി ഒരുപാട് പാട്ടുകളെ പറ്റി പറയുന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ എങ്കിലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദമുണ്ട്. അത് ഭാഷയെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആ 4 വരി കേൾക്കുമ്പോൾ ഇതെങ്ങനെ
ഈ അച്ചിൽ വാർത്തെടുത്തതുപോലെ എങ്ങനെ ഇത്ര സുന്ദരമായി വരികൾ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രചനാ ചാതുരിയാണ് വയലാർ രാമവർമ്മയെ വ്യത്യസ്തനാക്കിയ ഘടകങ്ങൾ ഞാൻ പറയുന്നത്. അങ്ങനെ ആദ്യകാലത്ത് എന്നെ വിസ്മയിപ്പിച്ച ചില പാട്ടുകൾ പറഞ്ഞിട്ട് ഞാൻ വയലാറിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക്. ഒന്ന്, 7 നിറമുള്ള തേര് 7 ചിറകുള്ള തേര്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പൊ എഴുതുകയാണ്, വയലാർ എഴുതുമ്പോൾ ഇങ്ങനെ 7 നിറമുള്ള തേര്, അടുത്ത് എന്തോ എഴുതും, കൃത്യമായി ഇതാ വരുന്നു 7 ചിറകുള്ള തേര്. പിന്നെ അപ്പോ ഈ എഴുത്തിങ്ങനെ ചുമ്മാ വരികയല്ല, വരണ്ടേ, അകത്തുനിന്ന് വരണ്ടേ. മാനത്തുണ്ടൊരു തേര്, തേരിന് മനവില്ലെന്നാണ് പേര്. ഇത് എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 വരികളിലൊരു പുണ്യം, അത് അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിസ്മയം ആഹ്ലാദമൊക്കെ ഉണ്ടല്ലോ. ഇറ്റ് ഈസ് സോ ചിസൽഡ് ആയിട്ട് എടുത്തിരിക്കുകയാണ്, വെട്ടി ചിസൽ ചെയ്തെടുത്തിരിക്കുന്നത് പോലെ, കടഞ്ഞെടുത്തിരിക്കുന്നത് പോലെയുള്ള വരികൾ. ഇങ്ങനെ എത്ര വരികൾ ആ സന്ദർഭവുമായിട്ട് ഗാഢബന്ധം പുലർത്തുന്ന വരികൾ. ഇനി നമ്മൾ ചില പാട്ടുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ സന്ദർഭങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ആദ്യകാലത്ത് എന്നെ വിസ്മയിപ്പിച്ച പാട്ടുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സ്കൂൾ മാസ്റ്റർ എന്നുള്ള പടം കാണാൻ പോയപ്പോ ഒരു പാട്ട്, നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾക്ക് അറിയില്ലല്ലോ വിരഹവേദന. ആ പടം കണ്ടു കഴിയുമ്പോൾ, പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിക്കുറിശിയും പിന്നെ ആറന്മുള പൊന്നമ്മയാണ് 2 മക്കൾ പിടിച്ചുകൊണ്ട് പോവാണ്. ഈ പശ്ചാത്തലത്തിലെ ഗാനമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച്, എനിക്കാണെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ, ഇതെങ്ങനെയാണ്? നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾക്ക് അറിയില്ലല്ലോ വിരഹവേദന. അപ്പൊ ഇതിന്റെ ഒരു ഒതുക്കം, ഒരു ചിമിഴിൽ ഇങ്ങനെ ആശയങ്ങളെയും ഭാവങ്ങളെയും ഒതുക്കാനുള്ള ഒരു മികവ്, ഇതൊക്കെയാണ് ഒരു ഗാനരചയിതാവിന് വേണ്ടത് എന്ന് ഞാൻ ആദ്യകാലങ്ങളിൽ തന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ മഹാഗുരുവാണ് വയലാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന്റെ 50-ാം വർഷം 50 പ്രഭാഷണങ്ങൾ നടത്തണം. എന്നോട് ആരും പറഞ്ഞതല്ല എന്നെ ഈ 50 പ്രഭാഷണം നടത്തിയില്ലെങ്കിൽ ഒന്നും പറയില്ല. പക്ഷേ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നിന്റെ ഗുരുവിന് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ 50 സദസ്സുകളിൽ ഈ ഗാനരചയിതാവിനെ പറ്റി ഓർക്കണം എന്നുള്ളതാണ് അതാണ് എൻ്റെ ഒരു റിസോൾവാണ്, എൻ്റെ ഒരു ഹോമേജാണ്, എൻ്റെ ഒരു സമർപ്പണമാണിത്. അങ്ങനെ പറഞ്ഞു പോയി ഒരുപാട് പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് എന്താണ്, നമുക്ക് മലയാളത്തിൽ ഒരുപാട് ഗാനരചയിതാക്കളുണ്ട്, വളരെ പ്രഗത്ഭരായിട്ടുള്ള ഗാനരചയിതാക്കൾ. ഒരുപക്ഷെ മലയാള ഭാഷയിലെ ഗാനങ്ങൾ എന്നുള്ളത് അതിൻ്റെ സംഗീത മൂല്യം കൊണ്ട് മറ്റു പല ഭാഷകളെക്കാളും വളരെ മികച്ചതാണ് എന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ കാരണവും മികച്ച ഗാനരചയിതാക്കൾ നമുക്കുണ്ടായി എന്നുള്ളത് തന്നെ. പി ഭാസ്കരൻ വയലാറിന് മുമ്പേ സിനിമയിൽ വന്നതാണ്. ONV നാടകരംഗത്ത് ഒരുപക്ഷെ വയലാറിനെക്കാളും ഇത്തിരി മുമ്പേ നാടകരംഗത്ത് വന്നു. പിന്നെ അവർ ഒരുമിച്ച് നാടകത്തിൽ പ്രവർത്തിച്ചു. പിന്നെ വയലാർ ചലച്ചിത്ര മേഖലയിൽ വളരെ സജീവമായി. ONV അത്ര സജീവമായില്ല, കാരണം അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു. പിന്നെ സജീവമായി. ഇതാണ്. അപ്പൊ ഈ പി ഭാസ്കരനും വയലാറും ഒക്കെ, പി ഭാസ്കരനും അതുപോലെ തന്നെ ONVയും ഒക്കെ ഒരു കളമൊരുക്കിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി വയലാർ രാമവർമ്മ സജീവമായപ്പോൾ മലയാള ഗാനം ഉണർന്ന് പുഷ്കലമായി എന്നുള്ളതാണ് വാസ്തവം. ഇതിന് എന്താണ് വയലാറിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? വയലാർ എന്ന് പറയുന്ന ഗാനരചയിതാവിനെ അനന്യനാക്കുന്നത്, വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട്. അത് ഞാൻ ഓടിച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അദ്ദേഹം ഗാനരചയിതാവായതുകൊണ്ട് കവിയായി തീർന്നയാളല്ല. പരിണതപ്രജ്ഞനായ കവിയായി 6ഓളം കാവ്യസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം 1964 മറ്റോ സർഗസംഗീതം എന്ന് പറയുന്ന കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കവിതാ പുസ്തകവും പ്രസിദ്ധീകരിച്ച് ആ സമയത്താണ് വയലാർ ഗാനരചന രംഗത്ത് പൂർണ്ണമായും ആമഗ്നനാവുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കവിയുടെ ജീവിതം ഏതാണ്ട് ജീവിച്ചു തീർത്തു. പിന്നീട് കാര്യമായിട്ടൊന്നും കവിത എഴുതിയില്ല എന്നൊരു ആരോപണവും വയലാറിനെ പറ്റിയുണ്ട്. വല്ലപ്പോഴും കെ ബാലകൃഷ്ണൻ നിർബന്ധിക്കുമ്പോൾ മാത്രം ഒരു കവിത എഴുതുക, എന്നെ വീട്ടിൽ കാമ്പിശ്ശേരി നിർബന്ധിക്കും മാത്രം കവിത എഴുതുക, ഒരു ശീലമായി. കാരണം 8-10 പടങ്ങൾക്ക് പാട്ട് എഴുതാൻ ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ കവിത എഴുതാൻ സാധ്യമല്ലെന്നുള്ള വാസ്തവം. എന്നിട്ടും അവസാനം വരെയും കവിതകൾ എഴുതി. വൃക്ഷം എന്നുള്ള അവസാനത്തെ കവിത മരിക്കുന്നതിന് 3 മാസത്തിന് മുമ്പ് എഴുതിയത്. അപ്പൊ കവി ആയതിനു ശേഷം ഗാനരചയിതാവായ ആളാണ് വയലാർ. ആ നിരീക്ഷണത്തിൽ എന്താണ് പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ, വെറുതെ സന്ദർഭത്തിനൊത്ത് 12 വരി കുറിച്ചു കൊടുക്കുന്ന പാട്ടെഴുത്തുകാരനല്ല വയലാർ. കവിയായതിനു ശേഷം തൻ്റെതായിട്ടുള്ള ആശയ ലോകത്തെ പരിപുഷ്ടിപ്പെടുത്തിയതിനു ശേഷം ആ സിദ്ധിയോടുകൂടി, ആ അനുഭവ സമ്പത്തോടുകൂടി, ആ ആശയ ലോകത്ത് കാലുറപ്പിച്ചുകൊണ്ട്
ഗാനരചനയിലേക്ക് വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു വലിയൊരു കാവ്യ സംസ്കൃതിയോട് കൂടിയിട്ടാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത്. കവി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആർജിച്ചിട്ടുള്ള അറിവുകൾ, മറ്റൊന്ന് കവി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവും സമൂഹവുമായിട്ടുണ്ടായ ഒരു ബന്ധം, അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് സംസ്കൃത വിദ്യാഭ്യാസം നടത്തി, സംസ്കൃത കാവ്യങ്ങളും ഉപനിഷത്തും ഒക്കെ ഭംഗിയായി പഠിച്ച് ഒരു സംസ്കൃത വിദ്യാർത്ഥിയായ, സംസ്കൃത വിദ്യാഭ്യാസം കൊണ്ട് പരിപക്വമായ മനസ്സോട് കൂടിയ ഒരു തിരുമുൽപ്പാടായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ പുന്നപ്ര വയലാർ സമരമുണ്ടാകുന്നതും തന്റെ കൺമുമ്പിൽ തന്നെ അവിടുത്തെ വയലാറിന്റെ മണൽത്തരികളിൽ സാധാരണക്കാരന്റെ രക്തം പുരളുന്നത് കാണുകയും ഒക്കെ ചെയ്യുന്ന വയലാറിനെ ചരിത്രം മറ്റൊരു തരത്തിൽ പാകപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ ആഢ്യമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ മാറ്റി മതത്തിന്റെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലയുറപ്പിച്ചുകൊണ്ട് പുരോഗമനവാദിയായിട്ടുള്ള ഒരു കവിയായി മാറി, ശാസ്ത്രബോധത്തോടു കൂടിയ കവിയായി മാറി, വിപ്ലവ പ്രസ്ഥാനത്തിന് ഒപ്പം നടക്കുന്ന ഒരു കവിയായി മാറി, സാധാരണ മനുഷ്യന്റെ സങ്കടങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു കവിയായി വയലാർ മാറി. കയറുവിരിക്കും തൊഴിലാളിക്ക് ഒരു കഥയുണ്ട്, ചില സമരകഥ, അത് കേൾക്കുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണ തൊഴിലാളിയുടെ ജീവിതം ആവിഷ്കരിക്കാനൊക്കെ ചങ്കുറപ്പ് കാണിച്ച, അങ്ങനെ ഒരു ചെമ്പൻ പുലരി ഉണ്ടാകുന്ന സ്വപ്നം കണ്ട് ആളുകളെ പ്രചോദിപ്പിച്ച ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വലിയ കവിയായി മാറിയതിനു ശേഷമാണ് 1960 കൂടി അദ്ദേഹം ഗാനരചനയിലേക്ക് വരും. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു വലിയ അനുഭവ സമ്പത്തുണ്ട്, ആശയ സമ്പത്തുണ്ട്, ശാസ്ത്രബോധം, പുരോഗമന പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം, ഈ പറഞ്ഞ പോലെ സംസ്കൃത വിദ്യാഭ്യാസം തുടങ്ങി ആധുനികമായിട്ടുള്ള ആശയങ്ങളും പുരാതനമായിട്ടുള്ള ആശയങ്ങളുമായിട്ട് മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംശ്ലേഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് കൂടിയിട്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധത. അതേസമയം ഇതൊന്നും കൊണ്ട് ഒരു വലിയ ഗാനരചയിതാവാകാൻ സാധ്യമല്ല. അപാരമായിട്ടുള്ള കൽപ്പന വൈഭവം, അപാരമായിട്ടുള്ള ഭാവനാസിദ്ധി, ഭാവനയുടെ കുബേരൻ എന്നൊക്കെ പറയാവുന്ന കൽപ്പനകളുടെ നക്ഷത്ര ലോകം സൃഷ്ടിക്കാനുള്ള കഴിവ്, ആ സാരസ്വതമാണ് ഇതിനോടൊപ്പം വയലാറിന്റെ ഏറ്റവും വലിയ ആയുധം. അതുമായിട്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നത്. ആശയങ്ങളുടെ ആർജവം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാള് ഗാനരചനയിലേക്ക് വന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വരം നമ്മൾ കേൾക്കില്ല. തുടക്കത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഭാര്യയിലെ പാട്ടിൽ പോലും ഈ കഥയുടെ മർമ്മം അറിയുന്ന, എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്നും പിണക്കമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ഭാര്യയിലെ കഥയായല്ലോ. അങ്ങനെ ഒറ്റ വരിയിലൊക്കെ കഥയെ മുഴുവൻ സംക്ഷേപിക്കാനുള്ള ഒരു കഴിവ്. പിന്നെ അഗാധമായിട്ടുള്ള മനുഷ്യത്വം. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നുള്ള ആ ഒരു ആശയത്തെ തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗാനരചനയായാലും കവിതയായാലും നിറവേറ്റിക്കൊണ്ടിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്രയുമൊക്കെ സിദ്ധികളോട് കൂടിയിട്ടാണ് വയലാർ വന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത്, അങ്ങനെ വന്ന വയലാർ എന്തുകൊണ്ടാണ് വ്യത്യസ്തനാവുന്നത് എന്ന് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ 4 കാര്യങ്ങളിൽ ഊന്നി വയലാർ പ്രതിഭയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും അത് പൂർണ്ണമാവില്ല. എനിക്ക് തന്നെ ഒരു അപൂർണതയോടുകൂടി മാത്രമേ ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ സാധിക്കൂ. കാരണം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഓരോ പാട്ടിനെ പറ്റിയും ഒരുപാട് പറയാനുണ്ട്. നമുക്കതിന് സമയമില്ല, എനിക്ക് സമയമില്ല, നിങ്ങൾക്ക് സമയമില്ല, പാട്ട് കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. വയലാർ എങ്ങനെ മറ്റ് ഗാനരചയിതാക്കളിൽ നിന്ന് വ്യത്യസ്തനാകുന്നു എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു. പക്ഷെ 4 പോയിന്റുകൾ നമുക്ക് എടുത്ത് പരിശോധിക്കാം. 4 പോയിന്റ്. ഒന്ന്, ഈ കൽപ്പനകളുടെ സമ്പന്നത, ഇമാജിനേറ്റീവ് റിച്ച്നെസ്, അദ്ദേഹത്തിന്റെ വാങ്മയങ്ങളുടെ ധീരത, അചുംബിതത്വം എന്നൊക്കെ നമ്മൾ പറയുകയാണ്. മറ്റൊരു കവിക്ക് എഴുതാൻ ധൈര്യമില്ലാത്ത തരത്തിലുള്ള കൽപ്പനാ വിശേഷം കൊണ്ട് ഈ പാട്ടുകൾ തുടക്കം മുതലേ അനുഗ്രഹീതമായിരുന്നു എന്ന് നമുക്കറിയാം. അതാണ് ഒന്ന്. രണ്ടാമത്തത്, എന്നിട്ട് ഞാൻ ഓരോന്ന് വിശദീകരിക്കാം. രണ്ടാമത്തത്, ആശയങ്ങളുടെ പൂർണ്ണത. ഇദ്ദേഹം കവിയായതിനു ശേഷം ഗാനരചയിതാവായി എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ അർത്ഥം, മറ്റൊരു ഗാനരചയിതാവിനും പറയാൻ ധൈര്യമില്ലാത്ത സാമൂഹികവും ദാർശനികവും രാഷ്ട്രീയവും ഒക്കെയുള്ള ആശയങ്ങളെ വളരെ കരുത്തോടു കൂടി ആവിഷ്കരിക്കാനുള്ള ആശയത്തിന്റെ ആർജവം ആർജിച്ചതിന് ശേഷമാണ് ഈ കവി അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട്
വയലാറിന് മാത്രം എഴുതാൻ പറ്റുന്ന ചില കവിതകൾ ഗാനങ്ങൾ അങ്ങനെയാണ്. ആശയങ്ങളുടെ ഒരു ആർജവം അല്ലെങ്കിൽ സമ്പൂർണത. 3, കഥാമർമ്മജ്ഞത. കഥയിൽ എന്ത് പറയുന്നതാണ് ഈ സിനിമയിലെ ഈ സന്ദർഭത്തിന് ആവശ്യമെന്ന് അദ്ദേഹം എങ്ങനെയോ കൃത്യമായി അദ്ദേഹത്തിന് വശപ്പെടുത്തുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. 4, രചനയുടെ ചാരുത. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, 7 നിറമുള്ള തേര് ഞാൻ പറഞ്ഞു. അതുപോലെ രചനയുടെ ചാരുത, അത് മറ്റ് ഗാനരചയിതാക്കൾ നല്ല ഗാനരചയിതാക്കളാണെങ്കിൽ പോലും വയലാറിന്റെ ഗാനങ്ങളിൽ ഓരോ ലൈനും എടുത്ത് നമ്മൾ വേറൊരു ഗാനരചയിതാവുമായിട്ട് താരതമ്യം, ഞാനിവിടെ അത് ചെയ്യുന്നില്ല. കാരണം വേറൊരാളിനെ മോശമാക്കുന്നത് പോലെ ഇരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതേ സന്ദർഭത്തിൽ പ്രണയരംഗങ്ങളാണല്ലോ കൂടുതലും, വേറൊരാളുടെ പ്രണയഗാനം എങ്ങനെ, വയലാറിന്റെ പ്രണയഗാനം എങ്ങനെ എന്ന് ആലോചിക്കുമ്പോൾ ഈ 4 ഘടകങ്ങൾ വരും. ഈ കൽപ്പനയുടെ ഒരു സമൃദ്ധി, ധീരത, ആശയങ്ങളുടെ ഒരു പുതുമ, അതുപോലെ തന്നെ മർമ്മജ്ഞത, കഥയുടെ മർമ്മത്തിൽ തൊടാനുള്ള കഴിവ്, പിന്നെ ആ ക്രാഫ്റ്റ് ഓഫ് ദ ലൈൻ, ആ ലൈനിന്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ. ഈ 4 കാര്യങ്ങൾ നിങ്ങളോട് ചെറുതായിട്ട് പറഞ്ഞ് ഞാനിത് അവസാനം 4 തീരുമ്പോൾ തന്നെ അരമണിക്കൂറാവും. ഇതിനകത്ത് കൽപ്പനകളുടെ സമ്പന്നതയെ പറ്റി പറയുകയാണെങ്കിൽ, മലയാളത്തിൽ ആദ്യമായിട്ട് ഈ പാട്ടുകളിൽ ഭാവനയുടെ ധാരാളിത്തം കൊണ്ടുവന്നത്, ഭാവനയുടെ സ്പർശം കൊണ്ടുവന്ന കവി വയലാറല്ല. തീർച്ചയായിട്ടും അതിനു മുമ്പ് ഭാസ്കര മാഷിന്റെ പാട്ടുകളിലും ONV യുടെ പാട്ടുകളിലുമൊക്കെ ആവശ്യത്തിലേറെ കൽപ്പനകളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് നാഴിവിരിപ്പാല് കൊണ്ട് നാടക കല്യാണം എന്ന് ഭാസ്കര മാഷ് പറയുമ്പോൾ അതിനകത്തൊരു ഒരു ഇമേജ് ഉണ്ട്. നാഴിവിരിപ്പാല് കൊണ്ട് നാടക കല്യാണം ഒരു നാടൻ പ്രയോഗമാണ്, പക്ഷെ അതിനകത്തൊരു ചാരുതയുമുണ്ട്. അതുപോലെ തന്നെ അന്തിക്ക് മാനത്തെ ചെന്തെങ്ങിൻ കുലമെട്ടി പിന്നെ പൂമുല്ല പന്തൽ കെട്ടി എന്ന് പറയുമ്പോൾ നാട്ടം പുറത്തൊരു കല്യാണത്തിന് ഈ ദൂരീകാത്രത്തേക്ക് വെട്ടിയിട്ട് കൊല കൊണ്ട് കെട്ടുന്നത് നമുക്ക് ഓർക്കാം. ഇത് അന്തിയുടെ ചെന്തെങ്ങാണ് കെട്ടിക്കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ കൽപ്പനകൾ ഇഷ്ടം പോലെ ഉണ്ട്. വേറെടുത്ത് പറയുന്നുണ്ട്, എന്തിനിത്ര പദ്യസാര പുഞ്ചിരിപ്പ് എന്നൊക്കെ ഭാസ്കര മാഷിന്റെ. ഇവരൊക്കെ ഒന്നും ഞാൻ മോശമായിട്ട് കരുതുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ ഭാസ്കര മാഷിനെ പറ്റി നല്ലൊരു പ്രഭാഷണവും നടത്തിയിരുന്നു ഇടയ്ക്ക്. ദേ ആർ ഓൾ ഗ്രേറ്റ്, ദേ ആർ ഓൾ ഗുഡ്. അപ്പോൾ ഞാൻ മാഷിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ ഒരുപാട് പാട്ടുകൾ വയലാറിന്റെ വരവിന് മുമ്പുള്ള പാട്ടുകളാണ് ഞാൻ ഈ പറയുന്നത്. ഭാസ്കര മാഷി പിന്നീട് വളരെയേറെ പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ നാടകഗാനങ്ങളിൽ ONV നമുക്ക് ഈ പറഞ്ഞ പോലെ ഭാവനാത്മകമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മാരിവില്ലിൻ തേന്മലരെ മാറ്റി പോവുകയും, മാരിവില്ലിന്റെ തേന്മലര് എന്ന് പറയുന്നൊരു പ്രയോഗം. അതുപോലെ തന്നെ പിന്നെ മാഞ്ഞു പോവുകയോ. വേറൊരു പാട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടം. ഒരുപാട് പാട്ടുകളുണ്ട് ONV യുടെ നല്ല നാടകഗാനങ്ങൾ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഒരിടത്തൊരു രാജകുമാരി, ഒരു മുത്തശ്ശി കഥയുടെ മഞ്ചലിൽ ഏറി വരും നീ എന്നൊരു പാട്ടുണ്ട്. അതിനകത്ത് തന്നെ, അത് വിശദീകരിക്കുന്നില്ല, അതിനകത്ത് ഞാൻ സാറിനെ കാണുമ്പോൾ സാറിന് ഇത്രയൊക്കെ പിന്നെ ഒരു ഹൃദയാദിത്വം ഉണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ സാറിനോട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അതിനകത്ത് എന്താണ്, എന്റെ കിനാവിന് ഇളനീരല്ലോ നുകർന്നിരുന്നു നീ എന്നൊരു പ്രയോഗം. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആലസ്യം തോന്നുകയാണ്. നമ്മൾ പറയുകയാണ്, ഈ ഫീമെയിൽ വോയിസ് ആണ്, കാമുകനോട് ചോദിക്കുകയാണ്, എന്റെ കിനാവിന് ഇളനീരല്ലോ നുകർന്നിരുന്നു നീ എന്നൊക്കെ ചോദിക്കുന്നതിനകത്തുള്ള ഒരു ഭാവനാവിലാസം നമുക്ക് ഒരിക്കലും തള്ളി പറഞ്ഞുകൂടാ. അതുകൊണ്ട് ONVയും ഭാസ്കരനും ഒക്കെ തന്നെ ഭാവനാ സമ്പന്നന്മാരായിട്ടുള്ള കവികളായിരുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വയലാറിന്റെ ഭാവനാ കുബേരത്വത്തെ പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. അവരോടുള്ള യാതൊരു അവരെ തുച്ഛമാക്കി കാണിച്ചുകൊണ്ടല്ല എന്ന് ആവർത്തിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പക്ഷേ വയലാറിൽ കാണുന്ന ഈ ഭാവനയുടെ ധാരാളിത്തം അവരിൽ കാണുന്നില്ല. ഈ ധാരാളിത്തം എന്നുള്ളത് വയലാറിന്റെ സ്വഭാവത്തിലുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ വയലാർ രാമവർമ്മയെ കേരളം ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പാട്ടുകൾ കൊണ്ട് മാത്രമല്ല, കവിതകൾ കൊണ്ട് മാത്രമല്ല, ആ വ്യക്തിത്വത്തെയും കൂടിയാണ്, അത് ചേർത്തിട്ടാണ് മലയാളികൾ വയലാറിനെ ആരാധിക്കുന്നത്. ആ പോയറ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ വ്യക്തിത്വം തന്നെ ധാരാളിയുടേതാണ്. അത് സ്നേഹമാണെങ്കിലും ധാരാളം, കലഹമാണെങ്കിലും ധാരാളം. ഇന്ന് കലഹിച്ചാൽ നാളെ ഇണങ്ങും. അങ്ങനെ കാണുന്നവരൊക്കെ സുഹൃത്തുക്കൾ, കേരളം ഒട്ടാകെ സുഹൃത്തുക്കൾ, രാഷ്ട്രീയ രംഗത്ത് സുഹൃത്തുക്കൾ, പത്രപ്രവർത്തനത്തിൽ സുഹൃത്തുക്കൾ. എവിടെ തിരിഞ്ഞാലും ഏത് വീടും സ്വന്തം വീട് പോലെയും മറ്റാരെയും സ്വന്തം വീട്ടിൽ സ്വന്തക്കാരനെ പോലെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം, ഇതും കൂടിയാണ് വയലാറിനെ എൻഡിയർഡാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ഈ ധാരാളിത്തം, ഭാവനാ ധാരാളിത്തവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും തമ്മിൽ ഇത്രമേറെ ഇഴചേർന്ന് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയിട്ടാണ് വയലാറിന്റെ വ്യക്തിത്വത്തെയും പാട്ടുകളെയും നമുക്ക് ഇത്ര ഇഷ്ടം എന്നും കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഈ ധാരാളിത്തത്തിൽ നമുക്ക് കിട്ടിയ ചില പാട്ടുകൾ മുഴുവനൊന്നും ഞാൻ പറയുന്നില്ല. ചില ഉദാഹരണങ്ങൾ, വളരെ അറിയാവുന്ന ഉദാഹരണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്.
നമ്മളാണെങ്കിൽ അങ്ങനെ പറയുമോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി. നമ്മൾ ആലുവ പുഴ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പോയാലും എനിക്ക് എറണാകുളം കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങി ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പോകില്ല. രാത്രിയാണെങ്കിൽ ആലുവ ഗസ്റ്റ് ഹൗസിൽ കിടക്കും. എന്തിനാണ്? എനിക്ക് ആരും കാണാതെ ആ ബാൽക്കണിയിൽ എഴുതി പാട്ട് എന്റെ കാലരാഗത്തിലാണെങ്കിൽ എനിക്ക് പാടാം. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി എന്ന് പറയുമ്പോൾ എനിക്ക് വയലാറിനെ സ്പർശിക്കുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ ആ പടത്തിൽ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, ഇന്നിവിടെ അവൻ പാടുന്നുണ്ട്, കായാമോ കണ്ണിൽ വരി എന്നുള്ള പാട്ടിൽ. അവിടെയാണ് പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഏകാന്ത പൊളികുട്ടി. പൊന്നരഞ്ഞാണം അതെങ്ങനെയുണ്ട്? നിലാവുള്ള രാത്രിയിൽ നോക്കിയാൽ അങ്ങനെ പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ലേ? അപ്പോൾ അങ്ങനെ പുഴ പൊന്നരഞ്ഞാണം ചാർത്തി ഒഴുകുന്നത് കണ്ടിരിക്കാനൊക്കെ ഇപ്പോഴും ആലുവ ഗസ്റ്റ് ഹൗസിൽ പോയി താമസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വയലാറിനോടുള്ള എന്റെ ഇഷ്ടം കൊണ്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ കൽപ്പനകളുടേതാണ് പറയുന്നത്. പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തിയിരിക്കുകയാണ്, അരഞ്ഞാണമല്ല ഈ പുഴ. അതുപോലെ പാരിജാതം തിരുവഴി തുറന്നു. അത് തന്നെ അതിനകത്ത് തന്നെ കവിതയുണ്ട്. പാരിജാതം വെറുതെ വഴി തുറക്കല്ല, തിരുവഴി തുറന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടോ അങ്ങനെ നോക്കുമ്പോൾ മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണ്ണിക്കുന്നിൻ താഴ്വര. മൂടൽ മഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്, മൂന്നാറിലൊക്കെ ഇരുവിടൊക്കെ പോകുമ്പോൾ കാണാൻ ഇവിടെയൊക്കെ പോകും. പക്ഷേ അത് മുലക്കച്ച കെട്ടിയിരിക്കുകയാണ് എന്ന് പറയാൻ ഒരു വയലാറിന് മാത്രമേ സാധിക്കൂ. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണ്ണിക്കുന്നിൻ താഴ്വര. ഞാൻ ഈ എന്റെ പ്രഭാഷണത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാല്, നമ്മൾ പാട്ട് കേട്ടു പോകുമ്പോൾ ഉള്ള ഒരു ഉദാസീനതയുണ്ട്. ഇപ്പോ മാനസമൈനയെ വരും, ഒന്ന് ശ്രദ്ധിക്കുകയല്ലേ, ഈ മാനസമൈന എന്ന് ആദ്യമായി ഒരു പാട്ടിൽ പ്രയോഗിക്കുന്നത് വയലാറാണ്. മനസ്സെന്ന് പറയുന്ന എന്റെ മനസ്സിൽ വളർത്തുന്ന മൈനയെന്നോ പലതരത്തിൽ അർത്ഥം കൽപ്പിക്കാവുന്ന ഒരു കൽപ്പനയാണിത്. പക്ഷെ നമ്മൾ മാനസമൈനയെ വരും, മാനസമൈനയെ വരും എന്ന് പറയും. അങ്ങനെ കേൾക്കരുത്. ഒരു പാട്ട് ആസ്വദിക്കുന്നതിനും വേണം ഒരു ലിറ്ററസി എന്നാണ് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വര പെട്ടെന്ന് പാട്ട് കേട്ട് പോകാനുള്ളതല്ല, മനസ്സിൽ നമ്മൾ സങ്കല്പിക്കണം. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടി, അപ്പോഴേ ആ കൽപ്പനയുടെ വൈഭവം നമുക്ക് ബോധ്യപ്പെടുള്ളൂ. നമ്മൾ കണ്ടിട്ടോ ആകെ മൂടൽ മഞ്ഞാനായിട്ട് ഒന്നും കണ്ടുകൂടാ എന്ന് പറയുന്ന നമ്മളോടാണ് പറയുന്നത്. അങ്ങനല്ല, ഇത് മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയിരിക്കുകയാണ് എന്ന് പറയുന്നതിനകത്തുള്ള വൈഭവം ആസ്വദിക്കുന്നില്ല എങ്കിൽ നമ്മൾ സംഗീതാസ്വാദകർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അർത്ഥം? അതാണ് ഞാൻ ചോദിക്കുന്നതിന്റെ ഒരു കാരണം. പിന്നെ സംഗമം സംഗമം ത്രിവേണി സംഗമം എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള പാട്ട്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അവിടെ ഒരു പ്രയോഗമുണ്ട്. നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രം എഴുതുകയാണ്. കാമുകനല്ല, നിലാവ്. നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രം എഴുതുകയാണ് നിലാവ്. അപ്പോഴാണ് ഈ നഖചിത്രം എന്നൊരു പ്രയോഗമുണ്ടല്ലേ. അപ്പോൾ പ്രയോഗം വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഊഹിക്കുകയാണ് കേട്ടോ. ഈ ഇത്തരത്തിലുള്ള ഊഹങ്ങൾ കൊണ്ടുകൂടി നമ്മുടെ ആസ്വാദനത്തെ സമ്പന്നമാക്കണം. എങ്കിൽ മാത്രമേ വയലാറിനോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ. അത് ഇങ്ങനെയുള്ള വെറുതെ കായലിൽ ചുമ്മാ കിടക്കുകയല്ല, നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രം എഴുതുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ കൽപ്പനകളെ എടുത്ത് കാണിക്കുന്നതിനർത്ഥം. പിന്നെയും പറയുന്നത്, നഗ്നയ ഭൂമിയെ തട്ടിടുപ്പിക്കുവാൻ വിളയാടം നിലാവ്. ഈ നിലാവിനെ പറ്റി കൂടി ഞാൻ 2 വാക്ക് പറഞ്ഞു പോകട്ടെ. വയലാറിനെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസം നിലാവാണ്. ഇവിടെ തന്നെ നിലാവിന് എന്ത് ജോലിയാണ് കൊടുത്തിരിക്കുന്നത്? നാണത്തിൽ ഭൂമി കിടക്കുന്ന കായലിന്റെ കവിളിൽ നഖചിത്രം എഴുതണം. അടുത്ത സ്റ്റാൻസിൽ വരുമ്പോൾ നഗ്നയാം ഭൂമിയെ തച്ചുടുപ്പിക്കാൻ ഉടയാടം ചെയ്യണം. നിലാവിന് കൊടുക്കുന്ന ജോലികളാണ് കേട്ടോ. അപ്പൊ പക്ഷേ അവിടെ നഗ്നയാം ഭൂമി എന്ന് ഉപയോഗിച്ചത് വേറെ അർത്ഥമുണ്ട്, സന്ദർഭത്തിന് വേറെ അർത്ഥമുണ്ട്. ഒരു ഇവോക്ക് ചെയ്യാൻ നമ്മൾ സജസ്റ്റീവ്നെസ് ആയിട്ട് ഉണ്ടാക്കാൻ കൂടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഒരിക്കലും ഇറോട്ടിസിസം അല്ലെങ്കിൽ അതിലൈംഗികത വയലാറ് പ്രത്യക്ഷമായിട്ട് തന്റെ പാട്ടുകൾ കാണിക്കുന്നതേ ഇല്ല. നിലാവിനെ കൊണ്ടോ ഭൂമിയെ കൊണ്ടോ ഒക്കെയാണ് പലതും ചെയ്യിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നഗ്നയാം ഭൂമിയെ തട്ടിടുപ്പിക്കുവാൻ ഉടയാട നെയ്യും നിലാവിന് കൊടുത്തിരിക്കുന്ന ജോലിയാണ്. അപ്പൊ നിലാവിനെ പറ്റിയുള്ള ഇദ്ദേഹത്തിന്റെ ചില ഒബ്സഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിലാവാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് തോന്നുന്ന ഒരുപാട് വരികൾ. ചിലത് മാത്രമേ ഞാൻ പറഞ്ഞു പോകട്ടെ. അത് ഞാൻ മുഴുവൻ പറയുന്നില്ല, ചില പ്രയോഗങ്ങൾ മാത്രം. വ്രതം കൊണ്ട് മെലിഞ്ഞൊരു ഷഷ്ടി നിലാവിന് വെറുതെയാകുമോ ദാഹം. അപ്പൊ വ്രതം കൊണ്ട് ഈ നിലാവ് മെലിഞ്ഞിരിക്കുന്നതാണ്. എങ്ങനെ വ്രതം അനുഷ്ഠിച്ചത്? വ്രതം കൊണ്ട് മെലിഞ്ഞൊരു ഷഷ്ടി നിലാവ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് നിലാവ് മെലിഞ്ഞിരിക്കുന്നു എന്ന്? ആ മെലിഞ്ഞിരിക്കുന്ന വ്രതം എടുക്കുന്നതാണ്. അങ്ങനെ തോന്നണമെങ്കിൽ ഒരു കവിയായിരിക്കും. വ്രതം കൊണ്ട് മെലിഞ്ഞൊരു ഷഷ്ടി നിലാവ്. വേറൊരിടത്ത് പറയുന്നുണ്ട്, നിലാവിന്റെ വേറൊരു ജോലിയാണ്. ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നതാണ് വിഷയം. എങ്ങനെയുള്ളവളാണ്? അവളെ ചിറകുള്ള പൂന്തേരിൽ കൊണ്ടുവന്നു. എങ്ങനെയുള്ളവളാണ്? ചിരി കൊണ്ട് നിലാവിന് നിറം കൂട്ടും ഇവളെ ഞാൻ ചിറകുള്ള പൂന്തേരിൽ കൊണ്ടുവന്നു.
പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. എന്തോ പാടും, നല്ല യേശുദാസന്റെ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എങ്ങനെയുള്ളവളെ കൊണ്ടുവന്നതാണ്? സുന്ദരിയെ കൊണ്ടുവന്നല്ല പറയുന്നത്, അവളുടെ സൗന്ദര്യത്തൊന്നും വർണ്ണിക്കുന്നില്ല പ്രത്യക്ഷമായി. പിന്നെയോ അവൾ ചിരിക്കുമ്പോൾ നിലാവിന് നിറം കൂട്ടും. അത്രേ ചിരി കൊണ്ട് നിലാവിന് നിറം കൂട്ടും ഇവളെ ഞാൻ ചിറകുള്ള പൂന്തേരി കൊണ്ടുപോകും. ഇങ്ങനെ സൗന്ദര്യം വർണ്ണിക്കാൻ ആർക്ക് സാധിക്കും? നമ്മൾ ചിരിക്കുമ്പോൾ നിലാവിന് നിറം കൂടുമോ? പക്ഷെ പ്രേമമുണ്ടെങ്കിൽ അങ്ങനെ തോന്നും. നമ്മുടെ കാമുകി ചിരിക്കുമ്പോൾ നിലാവിനല്ല പ്രപഞ്ചത്തിന് തന്നെ പ്രകാശം വരുന്നതായിട്ട് തോന്നും. അങ്ങനെ തോന്നണം. ഒന്നേലും ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. നിറം കൊണ്ട് നിലാവിന് ചിരി കൂട്ടും, നിറം കൂട്ടും ഇവളന്, ചിരി കൊണ്ട് നിലാവിന് നിറം കൂട്ടും ഇവളന്, ചിറകുള്ള പൂന്തേരി കൊണ്ടുപോകും. ഇനിയുണ്ട് കേട്ടോ, ഇനി പറഞ്ഞു പോയാലും നമ്മൾ വെളുക്കുന്നവരെ പറയാം. ഇനി നിലാവിനെ പറ്റി പറയുന്നത് ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ തേടി വരുന്നു പിന്നെ ചൈത്ര പൗർണമി. അപ്പോൾ പൗർണമിയെ കൊണ്ടൊക്കെ ഒരു വസന്ത പൗർണമി ഇനിയുണ്ട് കേട്ടോ. ഒരു കിണ്ണം ചന്ദനവും കൊണ്ട് ഓടി നടക്കും വേണ്ടില്ല, ഞാൻ വായിച്ചു പോകുന്നേ ഉള്ളൂ. നമ്മൾ ഈ നിലാവിങ്ങനെ പടരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിലാവ് ഒരു കിണ്ണം ചന്ദനവും കൊണ്ടാണ് ഓടി നടക്കുന്നത് നമുക്ക് തോന്നുക. ഒരു കിണ്ണം ചന്ദനവും കൊണ്ട് ഓടി നടക്കും വേണ്ടില്ല പഴയ നാടകഗാനമാണ്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചെമ്മീനിലെ പാട്ട്, മാനസവൈന്യം എന്നുള്ള പാട്ടിൽ തന്നെ നിലാവിന്റെ നാട്ടിൽ നിശാഗന്ധി പൂത്തല്ലോ, നക്ഷത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നതാണ് വിഷയം. പക്ഷെ നിലാവിന്റെ നാട്ടിൽ നിശാഗന്ധി പൂത്തല്ലോ എന്ന് പറയുമ്പോഴുള്ള ഒരു കൽപ്പനാവിശേഷം. നിലാവിനെ പറ്റി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇന്ദുലേഖേ ഇന്ദ്രസദസ്സിലെ നൃത്തലോലെ തീരാത്തിൽ നിന്നെ കണ്ടിട്ടെനിക്കൊരു തീരാത്ത ഈ 2 പ്രാവശ്യം വാക്കുകൾ ആവർത്തിക്കുന്നതിനോടൊരു ചായം. തീരാത്ത ദാഹമല്ല, തീരാത്ത ദാഹമാണ്. പിന്നെ വേറെടുത്ത് പറയുന്നു കിഴക്കേ മലയിലെ വെണ്ണിലാവിന് ക്രിസ്ത്യാനികൾ. നിലാവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടതൊക്കെ നിലാവാണ്. കിഴക്കേ മലയിലെ വെണ്ണിലാവിന് ക്രിസ്ത്യാനികൾ. ഇനിയുണ്ട് പുഷ്പമംഗലയാം ഭൂമിക്ക് വേളിക്കുടവയുമായി ഒരു വെളുത്തവാണ്. ഇനി ഇവിടെ നിന്ന് പാടുന്ന ഒരു പാട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ട് കൂടെ എത്തി വിശദീകരിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. പശുമതി ഋതുമതി എന്നുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ട്. പലർക്കും ആ പാട്ട് മനസ്സിലായിട്ടില്ല. അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, കൂടിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പ്രത്യേക അന്തരീക്ഷമാണ് പാട്ടിൻ്റെ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുള്ളതല്ലാതെ ആരോട് എപ്പോൾ എന്തിനു പറഞ്ഞു എന്ന് ആ പാട്ട് നമ്മളോട് അനലൈസ് ചെയ്യാത്തടത്തോളം കാലം മനസ്സിലാവുകയില്ല. ആ പാട്ട് വാസ്തവത്തിൽ നിലാവിനെ പറ്റിയാണ്. വസുമതി ഋതുമതി ഇവിടെ വരും ഈ ഇന്ദുപുഷ്പഹാരം എന്ന് പറഞ്ഞാല് വസുമതി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ഋതുമതി ഭൂമിയാണ്. ഋതുക്കൾ ഉണ്ടാകുന്ന സ്ഥലം ഋതുമതി. പശുക്കളെ ധരിക്കുന്നത് വസുമതി, വസുന്ധര എന്ന് പറയുന്നത് പോലെ തന്നെ വസുമതി. ഈ ഇന്ദുപുഷ്പഹാരമണി എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള വരികളില് സ്വർണ്ണരുദ്രാക്ഷം ചാർത്തി ഒരു സ്വർഗാതിഥിയെ പോലെ എന്റെ പർണശാലയ്ക്കരികിൽ നിൽപ്പു ശൃംഗാരമോഹിനി എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ശുഭ്രപട്ടാമ്പരം ചുറ്റി ഒരു സ്വപ്നാടകയെ പോലെ എന്റെ പർണശാലയ്ക്കരികില് വന്നു നിൽക്കുന്ന പേരുടെ നൃത്ത മണ്ഡപത്തിൽ വന്നു. ഇതാരാണ് ഈ വന്ന് നിൽക്കുന്നത്? നിൽപ്പു ഗന്ധർവ പൗർണമി. ഇതെല്ലാം പൗർണമിയാണ്. ഈ സ്വപ്നാടകയെ പോലെ നിൽക്കുന്നതും ശുഭ്രപട്ടാമ്പരം ചുറ്റി വന്ന് നിൽക്കുന്നതും സ്വർണ്ണരുദ്രാക്ഷം ചാർത്തി വന്ന് നിൽക്കുന്നതും ഒക്കെ ഈ ഗന്ധർവ പൗർണമിയാണ്. ഭൂമിയെ ആകർഷിക്കാനായിട്ട് വന്നു നിൽക്കുന്ന ഈ ഗന്ധർവ പൗർണമിയാണ് ഈ ഉദാത്തമായിട്ടുള്ള ഒരു പാട്ടിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള പദങ്ങളോടുകൂടി ശുഭ്രപട്ടാമ്പരം ചുറ്റി ഒരു സ്വപ്നാടകയെ പോലെ, എന്താണ് സ്വർണ്ണരുദ്രാക്ഷം ചാർത്തി ഒരു സ്വർഗാതിഥിയെ പോലെ വന്നിരിക്കുകയാണ്. ആര്? ഗന്ധർവ പൗർണമി. നിലാവിനെ ഇത്രയേറെ വാഗ്മയങ്ങളിൽ അവതരിപ്പിക്കാൻ ഈ വയലാറിനല്ലാതെ ആർക്ക് സാധിക്കും? നമുക്ക് ഈ തൽക്കാലം നിലാവിനെ ഇവിടെ വിട്ടിട്ട് മറ്റു ചില കൽപ്പനകളിലൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് പോകാം, അടുത്ത ഇതിലേക്ക് പോകാം. ഇപ്പൊ കൽപ്പനകളുടെ സമൃദ്ധി പറയാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് കേട്ടോ. ഇനി ഇഷ്ടം പോലെ മുങ്ങിത്തപ്പിയാൽ ഇഷ്ടം പോലെ കിട്ടും. വെറുതെ വാരി എടുത്താൽ മതി. വെറുതെ ഒരു വാരി എടുത്താൽ തന്നെ അതിനകത്ത് നവരത്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ മണ്ണാണ്. നിലാവിനെ ഇവിടെ വിട്ടിട്ട് നമുക്ക് പോകുമ്പോ ഇനി അവിടെ പേജുകൾ നിലാവിന്റെ അല്ല, എന്താണ് സ്വപ്നമെന്ന് കള്ളനാണയം വിട്ടതാരോ എന്നൊരു പാട്ടില്ലേ? സ്വപ്നത്തെ കള്ളനാണയത്തോട് കുഷ്ഠരോഗി പാടുന്നതാണ് കേട്ടോ. അയാളുടെ സ്വപ്നം ഒരിക്കലും മാറുകയില്ല, കള്ളനാണയമാണ്. ഈ കുഷ്ഠരോഗിയുടെ സ്വപ്നം ഒരിക്കലും വലിക്കാൻ പോകുന്നില്ല. മനുഷ്യന്റെ മനസ്സിൽ ഈ സ്വപ്നം എന്നൊരു കള്ളനാണയം ഇട്ടതാരോ, സ്വപ്നത്തെ കള്ളനാണയത്തോട് ഭൂമിക്കുന്ന ആ ഒരു ഉപമാവൈഭവം. ഇനി അങ്ങനെ വേറൊരു പാട്ടില് എന്താണ് സൂര്യകാന്തി സ്വപ്നം കാണുന്നതാര് എന്നുള്ള പാട്ടിൽ നീല ഗഗന വനവീതിയിൽ നിൽക്കൂ നിഷ്പ്രഭനായി നിന്നാഥൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? സൂര്യനാണ്. സൂര്യകാന്തിയും സൂര്യനുമായിട്ടുള്ള ബന്ധമാണ്. സൂര്യൻ നിൽക്കുകയാണ്, നിഷ്പ്രഭനായി നിൽക്കുകയാണ്. എവിടെയാണ് നിൽക്കുന്നത്? വനവീതിയാണ്. വാനവീതിയല്ല, വനവീതി. കാട്ടുവഴി നിൽക്കുകയാണ്. എവിടത്തെ കാട്ടുവഴി?
നീലഗഗന വനവീതി. നീലഗഗനമാകുന്ന കാട്ടുവഴിയിൽ നിൽക്കുകയാണ് നിഷ്പ്രഭനായി നിന്നാഥൻ. നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. നീലഗഗന വനവീതി അടിച്ചുവിട്ടു. പിള്ളേർ ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ പാടും, നീലഗാനവീതി എന്നൊക്കെ പാടും. നീലഗഗന വനവീതിയിൽ നിൽക്കൂ നിഷ്പ്രഭനായി നിന്നാഥൻ. ഇനിയുണ്ടല്ലോ വേറൊരു പിന്നെ പിന്നെ മോഹിനിയുടെ നൃത്തത്തിന് സ്വാമിയെന്നുള്ള സിനിമയിലെ ലക്ഷ്മിയാണ് മോഹിനിയായിട്ട് നൃത്തം ചെയ്തത്. അവിടെ പാലാഴി കടഞ്ഞെടുത്തൊരു അഴകാണ് ഞാൻ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. അതിലൊരു ഒറ്റ കൽപ്പന പറയാനാണ് ഞാൻ. പട്ടുനിലാത്തൊരു ചുറ്റിയൊടുത്തൊരു പൂച്ചയുണ്ട് എന്ന് പറയും. ഒരു പൂച്ചട്ടിനെ പറ്റിയാണ് വർണ്ണിക്കാനാണ്. എങ്ങനെയാണ്? പട്ടുനിലാത്തുകിൽ, നിലാവിന്റെ തുകിലാണ്, നിലാവാണ് അവിടെ. പട്ടുനിലാത്തുകിൽ ചുറ്റിയൊടുത്തൊരു പൂച്ചയുണ്ട്. ഒരു പൂച്ചണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വല്ല എഴുത്തുകാരൊക്കെ അവിടെ മതിയാവും. പോട്ട് നല്ല മനോഹരമായ പൂച്ചണ്ടെന്ന് പറയും. പക്ഷെ ആ പൂച്ചെണ്ടിൽ പട്ട് നിലാത്തുകൾ ചുറ്റി കൊടുക്കണമെങ്കിൽ അപാരമായിട്ടുള്ള കാവ്യ സിദ്ധി തന്നെ വേണമെന്ന് എഴുത്തുകാരന് മാത്രമേ ഇപ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ആഴം അറിയണമെങ്കിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. ഇനിയുണ്ട് പാൽക്കടലാകെ പൊൻവല വീശണ പഞ്ചമി തോണി, പാൽക്കടൽ തിരകളിൽ അലക്കിയെടുത്തതിൽ പൂതിലാ കുടവ. ഡ്രൈ ക്ലീനിങ് അല്ല കേട്ടോ. പാൽക്കടൽ തിരകളിൽ അലക്കിയെടുത്തതിൽ പൂതിലാ കുടവ. പിന്നെ വേറൊരിടത്ത് ഈറണന്നര കുടഞ്ഞുടുക്കും ചോലക്കരയിൽ ഒരു പാട്ടുണ്ട്, അഴകുള്ള സ്ഥലം. ചോലക്കടലിൽ തന്നെ ഈറണന്നര കുടഞ്ഞുടുക്കും, ചോലയാണ് ഈറണന്നര കുടഞ്ഞുടുത്ത് അങ്ങനെ ഒഴുകി പോവുകയാണെന്നാണ് പറയുന്നത്. ഈ ഈറണന്നര കുടഞ്ഞുടുക്കും ചോലക്കടൽ, ഇതിന്റെയൊക്കെ ആ കുടഞ്ഞുടുക്കുന്ന ഒരു പ്രയോഗമില്ലേ, അതൊക്കെ വളരെ എവിടെയോ കണ്ടതിനെ എടുത്ത് ഇതിനകത്ത് ആരോപിച്ചിരിക്കുകയാണ്. ഇനിയുണ്ട് വെറ്റേൽ നിന്ന് പടിഞ്ഞാറിരിക്കുന്ന തങ്കക്കതിര. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ സൂര്യനാണ്, അസ്തമയ സൂര്യനാണ്. വെറ്റേൽ നിന്ന് പടിഞ്ഞാറിരിക്കുന്ന തങ്കക്കതിരവനെ അംഗവും കാണാം, പോകുന്നുള്ള അംഗത്തട്ടിലെ പെണ്ണിനെ കാണാം. അതാണ് വിഷയം. പക്ഷേ കതിരവനോടാണ് പറയുന്നത്, അത് ചുമ്മാ ഇരിക്കുന്ന കതിരവനല്ല, വെറ്റേൽ നിന്ന് പടിഞ്ഞാറിരിക്കുന്ന തങ്കക്കതിരവൻ. ഈ ഭാവനയുടെയൊക്കെ ഒരു സൗന്ദര്യം. പിന്നെ വേറെടുത്ത് പറയുന്നത് നീലാകാശ താമരയിലെയും നക്ഷത്ര ലിപിയിൽ. പിന്നെ കവിനി അങ്ങനെ നീ കവിത കുറിച്ച് തന്നു എന്നാണ് പറയുന്നത്. എങ്ങനെ പവിഴ കൈനക മുനയാൽ പ്രകൃതി ആ കവിത കുറിച്ച് വെച്ചു. വേറെടുത്ത് സന്യാസിനി എന്നുള്ള പാട്ടിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇമേജുണ്ടല്ലോ, രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിക്കും. ഒരിക്കലും കൂട്ടിമുട്ടാൻ സാധിക്കില്ലെന്നർത്ഥം. രാത്രി എങ്ങനെയാണോ പകലിനോട് യാത്ര പറഞ്ഞു പോകുന്നത്, അതുപോലെ ഞാൻ പോകുന്നു എന്ന് ഒരു ഗാനമാണെന്ന് അറിയും. വെറും ഒരു സിനിമാ പാട്ടാണ്. അതിനെ ഒരു കവിതയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് ഇത്തരത്തിലുള്ള അപൂർവമായിട്ടുള്ള കൽപ്പനകൾ കൊണ്ട്. ആ കൽപ്പനകളുടെ കുബേര ചക്രവർത്തിയാണ് വയലാർ എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞ ഈ ആദ്യ ഭാഗത്തിൽ നിങ്ങളോട് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഏത് പാട്ട് കേൾക്കുമ്പോഴും അതിനകത്തുള്ള ഈ കൽപ്പനാ വൈഭവത്തെ പറ്റിയുള്ള അവബോധത്തോടു കൂടി വേണം ഇനി വയലാറിന്റെ പാട്ടുകൾ കേൾക്കാൻ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു ഭാഗത്തെ പറ്റി പറയാനുള്ളൂ. ഇനി ആശയങ്ങളുടെ പൂർണ്ണതയെ പറ്റി ഞാൻ പറയും. ഇദ്ദേഹം കവിയായതിനു ശേഷം ഗാനരചയിതാവായതുകൊണ്ട് തന്നെ ഏതൊരു സന്ദർഭത്തിനും ഇണങ്ങുന്ന ആശയങ്ങൾ, അത് പ്രണയത്തിനെ പറ്റിയുള്ള ആശയങ്ങൾ മാത്രമല്ല, നേരെ മറിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള ഒക്കെയുള്ള ആശയങ്ങൾ കൊണ്ട് സമ്പന്നമാണ്, വിമർശനാത്മകവുമാണ്. അപ്പൊ ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞാൽ അത് നിർത്താം ആ ഭാഗം. പിന്നെ മാത്രമല്ല മറ്റ് ഗാനരചയിതാക്കൾക്ക് ഒരു ഗാനത്തിൽ ഇതൊന്നും ഉൾച്ചേർക്കാനുള്ള കരുത്ത് ഇല്ല എന്ന് പോലും നമുക്ക് ബോധ്യപ്പെടും വയലാർ ഗാനങ്ങളിലൂടെ കടന്നു പോകും. ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ഈ യുഗം കലിയുഗം, ഇവിടെ എല്ലാം പൊയ്മുഖം. കലിയുഗത്തിന് ഇതിൽ കൂടുതൽ ഡെഫിനേഷൻ വേണം, വേറെ ഒരു ഡെഫിനേഷൻ ഇല്ല. ഈ യുഗം കലിയുഗം, ഇവിടെ എല്ലാം പൊയ്മുഖം. പിന്നെ അതിൽ തന്നെ അടുത്ത ചരണത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ദൈവം ഉണ്ടാകുന്നത്. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു, മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലെ ദൈവം മരിക്കുന്നു. ഇങ്ങനെ 4 വരി എഴുതണമെങ്കിൽ ഈ ദൈവസങ്കല്പത്തെ പറ്റി, ആത്മീയതയെ പറ്റി ഒക്കെ തന്നെ ഉള്ള അവഗാഹത്തിൽ നിന്ന് മാത്രമേ ഇത്ര ലാളിത്യ സാന്ദ്രമായിട്ടുള്ള, ലളിത സാന്ദ്രമായിട്ടുള്ള വരികൾ ഒരാൾ എഴുതാൻ പറ്റും. വാസ്തവത്തില് എല്ലാ ഫിലോസഫിയും ആലോചിച്ചാല് ഈ നമ്മുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള പ്രവാചകന്മാരെല്ലാം പറഞ്ഞ എല്ലാ ആശയങ്ങളെയും സംക്ഷേപിച്ചാൽ ലവ് ദൈ നെയ്ബർ, ലവ് ഈസ് ഗോഡ്, ലവ് ഈസ് ട്രൂത്ത് എന്നൊക്കെ പറയുന്നതിനെ മുഴുവൻ സംക്ഷേപിച്ചിട്ട് അവിടെ കവി പറയുന്നു, മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കും എന്ന് പറഞ്ഞാൽ മറ്റൊന്നുകൂടിയുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിൽ ദൈവത്തെ സൃഷ്ടിക്കാൻ കൂടിയുള്ള സർഗാത്മകത്വം മനുഷ്യനുണ്ട് എന്നർത്ഥം. നമ്മുടെ തൃഷ്ണയ്ക്ക് നിങ്ങളെ ദൈവീകത്വത്തെ ഉണർത്താനും കൂടി സാധിക്കും. അതിനകത്ത് അദ്വൈതവും ഉണ്ട് കേട്ടോ.
വിവേകാനന്ദൻ പറയുന്ന പോലെ എവരി സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്ന് പറയുന്നില്ലേ? നിന്നിൽ തന്നെയുള്ള ആത്മചേതനെ ഉണർത്തുക എന്ന് ഫിലോസഫേഴ്സ് പറയുന്നവരെ ഇവിടെ കവി പറയുന്നു. അതിന് കൂടുതലൊന്നും പോണ്ട, നീ ഒരു കോംപ്ലിക്കേറ്റഡ് ആകേണ്ട കാര്യമില്ല. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കും. വെറുക്കാൻ തുടങ്ങുമ്പോഴോ മനസ്സിൽ ദൈവം ജനിക്കും. അപ്പൊ അതാണ് എങ്ങനെയുള്ള സ്നേഹമാണ്. എന്റെ കൊച്ചിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, എന്റെ ഭാര്യയോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ സ്നേഹമല്ല, നിരുപാധികമായ സ്നേഹം. അപ്പുറത്തെ മനുഷ്യൻ ആരാണെന്ന് നോക്കാതെ, അവന്റെ ജാതി നോക്കാതെ, പാർട്ടി നോക്കാതെ സ്നേഹിക്കുമ്പോൾ അതുകൂടെ പറയണം കേട്ടോ. മനുഷ്യൻ ചുമ്മാ എന്റെ ഭാര്യയെ എന്റെ മക്കളൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ എന്റെ മനസ്സ് ദൈവം ജനിക്കുന്നില്ല. കാരണം എന്റെ അയൽക്കാരനിട്ട് ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ദൈവം ജനിച്ച സമയത്ത് തന്നെ മരിക്കും. കാരണം കൊച്ചിനെ എടുത്ത് ആലോചിച്ചപ്പോൾ ദൈവം ജനിച്ചു, അപ്പുറത്തെ അവനിട്ട് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ദൈവം ജനിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു നിരീക്ഷണത്തിന്റെ പാഠവം ഇത്രമാത്രം ആത്മീയതയും ദാർശനികതയും ഉൾച്ചേർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു കവിക്ക് എഴുതാൻ സാധിക്കൂ. ഇതൊരു സിനിമാ പാട്ടിൽ വേണമെന്ന് ആരും പറയുന്നില്ല. ഒരു സിനിമാ പാട്ടിൽ ഇത് വേണമെന്ന് ചോദിച്ചാൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വയലാറിന് അങ്ങനെ എഴുതാൻ സാധിക്കുന്നു. ഇനിയുമുണ്ട് ഇത്തരത്തിലുള്ള വരികൾ. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ, 1000 ജാതികൾ എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ. അപ്പൊ അദ്വൈതത്തിന്റെ കാതലാണത്. അദ്വൈതം ശരിക്കും നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ ജാതിക്കും മതത്തിനും ഒരു അർത്ഥവുമില്ല. നിങ്ങൾ ഡയറക്റ്റായിട്ട് ദൈവവുമായിട്ടാണ് ബന്ധം, ബ്രഹ്മവുമായിട്ടാണ് ബന്ധം. അതാണ് അദ്വൈതം. ആ ബ്രഹ്മം തന്നെയാണ് നിന്റെ ആത്മാവ് എന്ന് വിചാരിക്കുന്നതാണ് അദ്വൈതം. അങ്ങനെ അദ്വൈതം ജനിച്ച നാട്ടിൽ അത് കണ്ടെത്തി ആദിശങ്കരൻ ജനിച്ച നാട്ടിലാണ് ഇവിടെ 1000 ഈ നമ്മുടെ നവോത്ഥാനത്തിന് മുമ്പുള്ള കേരളം ഉണ്ടല്ലോ, ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ വിളിച്ച കേരളത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അദ്വൈതം ജനിച്ച നാട്ടിലും ആദിശങ്കരൻ ജനിച്ച നാട്ടിലാണ് ഇപ്പൊ 1000 മതങ്ങളും 1000 ജാതികളും എന്നുള്ള ആശയം, ചരിത്രത്തിലൂന്നിയ ഒരു ആശയം അദ്ദേഹം ഇത് ഭംഗിയായിട്ടാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയുണ്ട് മറ്റൊരു പാട്ട്, പ്രവാചകന്മാരെ. ഞാൻ ഈ ആശയങ്ങളിൽ പിന്നാലെ പോകാണ്. പ്രകാശം അകലെയാണ് എന്ന് ചോദിച്ചിട്ട് ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു, ഈ വഴി താരയിൽ ഇല്ലാതെ എന്നോ ഈശ്വരൻ നിൽക്കുന്നു, തത്വശാസ്ത്രങ്ങൾ താടി വളർത്തി തപസ്സിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സമകാലികമായ ലോകത്ത് ഇതൊക്കെ തന്നെയല്ലേ? ഇവിടെ യുദ്ധം ചെയ്യേണ്ടവൻ ആയുധം ഇട്ടിട്ട് ഭയന്നോടി നിൽക്കുകയാണ്. തത്വശാസ്ത്രങ്ങളൊക്കെ താടിയൊക്കെ വളർത്തി കുറ്റിലൊക്കെ ഇരിക്കുക. ഒന്നും ഒരു പ്രയോജനമില്ലെന്ന് അർത്ഥമില്ല. ഒരു പ്രയോജനമില്ല. തത്വശാസ്ത്രങ്ങളൊക്കെ താടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പ്രയോജനമില്ല. ഇവിടെ നിരായുധരായിട്ട് അർജുനൻ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ കൊണ്ട് നമ്മുടെ കാലഘട്ടത്തിന്റെ ആകുലതകളെ അടയാളപ്പെടുത്താൻ കൂടി, ദാർശനികമായിട്ടുള്ള സമസ്യകൾ അടയാളപ്പെടുത്താൻ കൂടി ചലച്ചിത്ര ഗാനം എന്ന് പറയുന്ന മാധ്യമത്തെ ഉപയോഗപ്പെടുത്താൻ ഒരു വയലാർ രാമവർമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. ഇനി 1-2-3 ഉദാഹരണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതേപോലുള്ള ഉദാഹരണങ്ങൾ. പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ എന്ന് പറയുന്ന പാട്ട്, അത് ശ്രദ്ധിക്കേണ്ട ഒരു പാട്ടാണ്. ആദ്യം അത് പത്മതീർത്ഥമേ ഉണരൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ആയിരിക്കും കിഴക്കേക്കോട്ടയിലെ, തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള കുളത്തിന്റെ പേര് പത്മതീർത്ഥമാണല്ലോ. ഈ സിനിമ നടക്കുന്ന അതിന് ചുറ്റിപ്പറ്റിയൊക്കെയാണ് ഗായത്രി എന്ന സിനിമ. പക്ഷേ ഒരൊറ്റ വാക്കുകൊണ്ട് ഈ പത്മതീർത്ഥത്തെ മാറ്റുന്നത് കണ്ടില്ലേ? പത്മതീർത്ഥമേ ഉണരൂ, ശരി, പത്മതീർത്ഥം കുളം, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിൽ ഒതുക്കി മുഷസ്സിന് അർഘ്യം നൽകും, ഗന്ധർവ സ്വരവീണ വീട്ടിൽ ഗായത്രികൾ പാടും എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിൽ എന്താണ് പിന്നെ പറയുന്നത്? അടിമ കിടത്തിയ ഭാരത പോലും ഉണരണം, ഈ ഭാരതം പിന്നെ ഒരു ഉണരട്ടെ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ഉപാസിക്കുന്നവരായി നമ്മൾ മാറട്ടെ. ഗായത്രി മന്ത്രം അതാണല്ലോ, സവിതാവിനെ ഉപാസിക്കുകയാണ്. ഈ ഗായത്രി മന്ത്രത്തിന്റെ സമകാലികമായിട്ടൊരു വ്യാഖ്യാനമാക്കി ഈ പത്മതീർത്ഥമേ ഉണരൂ എന്നുള്ളൊരു പാട്ടിനെ മാറ്റിയിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതിനകത്ത് ഗായത്രി മന്ത്രം പറയുന്നുണ്ട്, എന്നാൽ ആധുനിക കാലത്തിന്റെ ഗായത്രി മന്ത്രമായി ഈ പാട്ട് മാറ്റിയിരിക്കുകയാണ്. പുതിയൊരു പുരുഷാർത്ഥത്തെ യാഗപുരകളിൽ വെച്ച് വളർത്താനും ദ്രവിച്ച പൂണൽ ചുറ്റി മരിക്കുന്ന ധർമാധർമ്മങ്ങൾക്കപ്പുറം ഭാരത ജീവിതം ഉണരാനുമുള്ള ഉപാസനയാക്കുകയാണ് ഈ ഗാനം. പുതിയ കാലത്തിന്റെ ഗായത്രിയാക്കി മാറ്റുകയാണ്. ഇത്ര ആഴത്തിൽ ഒരു സിനിമാ പാട്ടിനെ നമ്മൾ ആരും അപഗ്രഥിക്കുകയില്ല എന്നുള്ളതാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യം. നിങ്ങളെ അതിനെ പ്രേരിപ്പിക്കുക എന്നുള്ളത് മാത്രം. ഇതേ സമാനമായ ആശയങ്ങൾ മറ്റൊരു പാട്ടിൽ കൂടെ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താണ്? എം ജി രാധാകൃഷ്ണൻ പാടി പിന്നെ വയലാറിന്റെ ഒരു പാട്ട്, ശാരികേ ശാരികേ സിന്ധുഗംഗാ നദി തീരം വളർത്തി. സമാനമായ ആശയമാണ്. ശാരികേ ശാരികേ സിന്ധുഗംഗാ നദി തീരം വളർത്തിയ ഗന്ധർവഗായിക, പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ.
എന്ന് പറഞ്ഞിട്ട് അവിടെയും അടിമ കിടത്തിയ ഭാരതം ഉണരും, ഇനി ഒരു പുതിയ ഭാരതം ഉണരട്ടെ എന്നും വിശ്വത്തോളം ഭാരതം വളരട്ടെ എന്നുമൊക്കെ വിശ്വപ്രകൃതിയെ കീഴടക്കാനുള്ള വിപ്ലവം വീണ്ടും തുടരട്ടെ ഭാരതം എന്നുള്ള ആഹ്വാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോ പൗരാണികമായിട്ടുള്ള ഗായത്രി മന്ത്രത്തെ ആധുനിക കാലത്തിന്റെ ഉപാസനാ മന്ത്രമാക്കി മാറ്റുന്ന ഇന്ദ്രജാലമാണ് വയലാർ കാണിക്കുന്നത്. പൗരാണികമായിട്ടുള്ള എല്ലാം മോശമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല വയലാർ. മാത്രവുമല്ല, തന്റെ സർഗസംഗീതം എന്നുള്ള പുസ്തക കവിതയിൽ ഇത് വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്തു. വാളല്ലൻ സമരായുധം ക്ഷണഘടധ്വാനം മുഴക്കിയിടുവാൻ ആളല്ല ഞാൻ, എന്റെ പടവാള വിറ്റ് ഒരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന് പറയുകയും അതിനു മുമ്പ് തന്നെ ആരാണ് എന്റെ ഗുരുനാഥന്മാരെന്ന് പറയുന്നത്. ആരണ്യാന്തര ഗഹ്വരോധന തപസ്ഥാനങ്ങളിൽ പിന്നെ അവിടെ ആര് അന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയ സാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം. അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്, പക്ഷെ ഇതൊന്നും ഞാൻ തള്ളിപ്പറയുന്നില്ല. സത്യാന്വേഷികളായിട്ടുള്ള എന്റെ പൂർവികരെ ഒരു ഭാരതീയ സംസ്കൃതി അദ്ദേഹം തള്ളിപ്പറയുന്നില്ല. എന്നാൽ ഭാരതീയ സംസ്കൃതിയുടെ പേരിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളെയും കൊള്ളരുതായ്മകളെയും നിശ്ചിതമായി വിമർശിക്കുന്നതിനും വയലാറിന് യാതൊരു മടിയില്ല. ഇതാണ് വയലാറിന്റെ ഭാവനയുടെ സിന്തറ്റിക് വാല്യൂ എന്ന് പറയുന്നത്. സിന്തസിസ് ആണ് അത്. ഒരുപാട് പാട്ടുകാരുണ്ട് കേട്ടോ. പിന്നെ ബലികുടീരങ്ങളെ എന്നുള്ള വലിയൊരു പടപ്പാട്ട് നമുക്ക് പറയാവുന്ന രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ബലികുടീരങ്ങളെ എന്നുള്ള പാട്ട്. ആ പാട്ട് എഴുതിയത് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയല്ല. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളായവർക്ക് ഒരു സ്മാരകം പണിതപ്പോ തിരുവനന്തപുരത്ത് പാളയത്തിൽ ഇപ്പോഴും ഈ സ്മാരകമുണ്ട്, ഒരു സൂവുണ്ട്. അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്ന് അത് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ അവിടെ പാടാൻ വേണ്ടി ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ എഴുതിയ പാട്ടാണ് ബലികുടീരങ്ങളെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബലിയർപ്പിച്ചിട്ടുള്ള രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ടാണ് ആ പാട്ട് അങ്ങനെ എഴുതിയത്. പിന്നീട് അത് KPSCയുടെ നാടകം പിന്നെ അവതരണ ഗാനമായി മാറി എന്നുള്ളത് മറ്റൊരു കഥ. ഈ പാട്ട് അവിടെ അവതരിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് അവസാന നിമിഷമാണ് അനുമതി കിട്ടിയത്. പാട്ട് മാറ്റി എഴുതാൻ പറഞ്ഞു. ഇത് പിന്നെ ചെങ്കൊടി എഴുതി മലയാളി വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് മാറ്റി എഴുതുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പാട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ദേവരാജനും വയലാറും പോയി. പിന്നെ തിരിച്ച് അനുമതി വന്നിട്ടാണ് ഈ പാട്ട് അനുവദിച്ചത് എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. അപ്പൊ എന്താണ് ആ പാട്ടിൽ ബലികുടീരങ്ങളെ? നമ്മൾ വിചാരിക്കുന്നത് ഒരു വിപ്ലവത്തിന്റെ പാട്ടാണ് എന്ന് വിചാരിക്കും. അല്ല, ഹിമഗിരി കൊടികൾ ഉയർത്തി കടലുകൾ പടകം ഉയർത്തി പിന്നെ എന്താണ് യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമര മുകുളങ്ങൾ. അപ്പോൾ ഭാരതീയമായിട്ടുള്ള ഒരു സങ്കല്പത്തെ ഈ കടലും ഹിമവാനയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭാരതവർഷത്തെ മുഴുവൻ ഈ പാട്ടിൽ സംക്ഷേപിച്ചിട്ട് ഗംഗാ സമതലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗാഞ്ചറ്റിക് പ്ലെയിനിലുണ്ടായ ഇന്ത്യൻ സംസ്കൃതിയെ ഉണർത്തിക്കൊണ്ട് പിന്നീട് പറയുന്നുണ്ട്, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. പിന്നെയാണ് വരുന്നത് ഈ ചെങ്കൊടി ഏന്തി വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ യഥാർത്ഥം മറന്നുപോയി. അപ്പൊ ഹിമാലയത്തിന്റെ മുകളിൽ പോലും ചെങ്കൊടിയുമേന്തി വരുന്ന ഒരു പുതിയ ഭാരത പൗരതയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഭാരതീയമായ സംസ്കാരത്തെ അദ്ദേഹം നിരാകരിക്കുന്നില്ല. പക്ഷേ അവിടെ പുരോഗമനത്തിന്റെ ആശയത്തിന്റെ ഒരു ചരട് കൂടി ഒരു ധാര കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ചെങ്കൊടിയെ അവിടെ സ്ഥാപിക്കുകയാണ്. അതാണെന്ന് കുറച്ച് എളുപ്പമൊക്കെ ഉണ്ടായത്. പക്ഷേ അതുകൊണ്ട് ഭാരതീയമായതെല്ലാം മോശമാണ് എന്ന വിചാരം വയലാറില്ല. പക്ഷെ അതിന്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളെ അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലെന്ന്. ഇനി 2-3 ആശയങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ ചലനം മാനവ ജീവിത പരിണാമത്തെ മയൂര സന്ദേശം, ഇതൊക്കെ ഒരു ഫിലോസോഫിക്കലായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു പാട്ടാണ്. അതുപോലെ തന്നെ വാഴ്വ്യമായ എന്നൊരു പാട്ടുണ്ട്. വേദങ്ങൾ എഴുതിയ മുനിമാർ പാടി വാഴ്വ്യമായ ഈ യുഗം സൃഷ്ടിച്ച മനുഷ്യൻ തിരുത്തി വാഴ്വ്യയെ സത്യം. എക്സിസ്റ്റൻസ് ഈസ് റിയൽ, അല്ലാതെ ജീവിതത്തിൽ നൊളിച്ചോടി വാഴ്വ്യമായെന്ന് പറയലല്ല എന്ന് പറയുന്ന ജീവിതത്തിനെ അസർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രം. ഇത്തരത്തിലുള്ള തത്വശാസ്ത്രപരമായിട്ടുള്ള പാട്ടുകൾ. ഈശ്വരൻ ഹിന്ദുവല്ല, വളരെ ലളിതമായിട്ടാണ്. ഈശ്വരൻ ഹിന്ദുവല്ല, ആർക്കറിഞ്ഞുകൂടാത്ത. പക്ഷെ നമ്മുടെ വിചാരം ഈശ്വരൻ ഹിന്ദുവാണ്. കാരണം നമ്മൾ ഈ തൊപ്പിയൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ കിരീടമൊക്കെ വെച്ച് വാളമൊക്കെ ആയിട്ട് രാജാവിനെ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. രാജാവിനെ എന്റെ മോഡൽ ചെയ്തിട്ടാണല്ലോ നമ്മൾ ദൈവങ്ങൾക്കെല്ലാം സങ്കല്പം കൊടുക്കുന്നത്. ഫോംലെസ് ഗോഡാണ്, അരൂപിയാണ്. അരൂപിയായ ദൈവത്തിന് നമ്മൾ രൂപം കൊടുക്കുന്നു. അന്ന് നമുക്ക് പരിചയമുള്ള രാജാക്കന്മാരുടെ രൂപം കൊടുക്കും. പക്ഷെ ഇവിടെ കവി പറയുന്ന ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇസ്ലാമുമല്ല, പിന്നെ ഇതൊന്നുമല്ല, മാനത്തും ഇരിക്കുന്നില്ല, മനുഷ്യന്റെ മനസ്സിലിരിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്ന ഒരു പാട്ട്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഒരുപക്ഷെ മലയാള ഗാന ലോകത്ത് ആദ്യമായി ധീരമായി കൊണ്ടുവന്ന കവി വയലാർ രാമവർമ്മയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഒരു ഗാനം കൂടി ഞാൻ പറഞ്ഞു കൊണ്ടിട്ട്, അത് പുനർജന്മം എന്നുള്ള സിനിമയിലെ
ഈ വലിയ തത്വശാസ്ത്രം മാത്രമല്ല, കാമശാസ്ത്രം എഴുതിയ മുനിയുടെ കനകത്തുലിക എന്നൊരു പാട്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിലുള്ള പ്രണയവും സ്ത്രീ പുരുഷന്മാരുടെ ആകർഷണവും ഭാരതീയമായ കാമശാസ്ത്രത്തിൽ എങ്ങനെ സന്നിഹിതമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മനോജ്ഞമായിട്ടുള്ള ആവിഷ്കാരമാണ് ഈ കാമശാസ്ത്രം എഴുതിയ മുനിയുടെ കനകത്തുലിക. ജീവിത നിഷേധിയല്ല, ജീവിതത്തെ ഉണരുന്ന ഒരു തത്വശാസ്ത്രത്തെ ഈ വാത്സ്യായന മുനിക്ക് ആദരവ് കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഈ പാട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കവി ജീവിതത്തെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്നുകൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. വേറെ ആരും വാത്സ്യായനെ പറ്റി ഒരു പാട്ട് എഴുതിയിട്ടില്ല. ഇവിടെ കാമശാസ്ത്രം എഴുതിയ മുനിയുടെ കനകത്തുലിക എന്ന് പറയുന്ന പാട്ട് അത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് യൂട്യൂബിൽ ഇത് കേൾക്കണം. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്ന് വെച്ചാൽ മറ്റത് നമ്മൾ ഈ കഥാമർമ്മതയെ പറ്റി കണ്ടു. വയലാർ ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ലിറിസിസ്റ്റായി എന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കൾ കാത്തു നിന്നിരുന്ന ലിറിസിസ്റ്റായി മാറിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വരികളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കഥയുടെ മർമ്മം അതിനകത്തുണ്ടാകും. 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. 7 രാത്രികൾ എന്നൊരു സിനിമ, അത് തെരുവിൽ ജീവിക്കുന്ന ആളുകളുടെ കഥയാണ്. അവർക്ക് വീടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കറിയാം രാമു കാര്യയുടെ സിനിമ തെരുവിൽ ജീവിക്കുന്നവരുടെ കഥയാണ്. അപ്പൊ എന്താണ് ആ പാട്ടാണ്? കാടാറു മാസം നാടാറു മാസം കണ്ണീർ കടൽക്കരയിൽ താമസം. അതിനേക്കാൾ കൂടുതൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ പറയും ഒരു പാട്ട്? കാടാറു മാസം നാടാറു മാസം കണ്ണീർ കടലിൽ താമസം. വേറൊരു അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ. അഗ്നിപുത്രി എൻ്റെ അച്ഛൻ്റെ സിനിമയാണ്. ഈ പിന്നെ ഇവിടെ പാടുകയാണ് സിന്ധു എന്നാണല്ലോ കഥാപാത്രത്തിന്റെ പേര്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാൻ അറിയാത്ത ചിരിക്കാൻ അറിയാത്ത കളിമൺ പെൺമകളെ, മറക്കൂ നിങ്ങളെ ദേവദാസിയെ മറക്കൂ. എന്താ കാരണം എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാവുന്നില്ല, പിന്നീടുള്ള വരികളിൽ മനസ്സിലാവും. ദൈവങ്ങൾക്ക് കണ്ണും കാലും ഇല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടത് എങ്ങനെയെന്നുള്ളതാണ് അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്. അതാണ് സിനിമയിൽ. എന്താണ്? നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണ്. ഒരു വേശ്യാവൃത്തി കൊണ്ട് ജീവിച്ച ഒരു പെൺകുട്ടി നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണ് ഞാൻ എന്നല്ലാതെ എങ്ങനെ സ്വയം വിശേഷിപ്പിക്കും? കർപ്പൂര നാളമായി നിങ്ങളുടെ മുന്നിൽ കത്തി എരിഞ്ഞവൻ, കണ്ണീർ മുങ്ങിയ തുളസിക്കെതിരായി കാൽക്കൽ വീണവൻ ഞാൻ. അങ്ങനെയാണ് അവസാനം നിങ്ങൾ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണ് ഞാൻ എന്ന് പറയുന്നത്. നിശാഗന്ധിയാണ്, രാത്രി വിടരുന്ന നിശാഗന്ധിയാണ്, പകലില്ല. ഈ വാക്കുകളുടെ ഒരു ഔചിത്യമുണ്ടല്ലോ. നിശാഗന്ധി എന്നാണല്ലോ, സൂര്യകാന്തി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിശാഗന്ധിയാണ്. നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണ് എന്ന് പറയുമ്പോൾ ആ പാട്ടിലൂടെ കഥ മുഴുവനായി. ഇങ്ങനെ എത്രയെത്ര പാട്ടുകൾ. ഒരു പെണ്ണിന്റെ കഥ എന്നുള്ള സിനിമയിലെ 2 പാട്ടുകൾ കേട്ടാൽ നമുക്ക് കഥ മുഴുവനായി. ആദ്യം പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി എന്ന് പറഞ്ഞ് തുള്ളിക്കളിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. പിന്നെയോ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി വളർന്നു വന്ന് ഇയാൾക്ക് സൂര്യഗ്രഹണം ഉണ്ടാക്കി കൊടുത്തത് നമുക്ക് മനസ്സിലാവുകയാണ്. നീ പണ്ട് നോവിച്ച കരുനാഗത്തിന്റെ പിന്നാലെ വരുന്നു എന്നൊക്കെ ആ പാട്ടിൽ പറയുന്നുണ്ട്. ഈ 2 പാട്ടുകളിലൂടെ ഒരു പെണ്ണിന്റെ കഥ നമ്മുടെ മുമ്പിൽ അനാവൃതമാവുകയാണ്. 2 പാട്ടുകൾ. അശ്വമേധം എന്നുള്ള സിനിമ, 2 പാട്ടുകളിലൂടെ നമുക്ക് ആ പടം മുഴുവൻ മനസ്സിലാക്കാം. അശ്വമേധത്തിൽ എന്താണ്? 7 സുന്ദര രാത്രികൾ പാടുന്ന സരോജി, അതിസുന്ദരിയായ സരോജി. അവളെ തയ്ക്കുന്നുണ്ട്, എല്ലാവരെ കാണുന്നുണ്ട്. 7 രാത്രികൾ കഴിയുമ്പോൾ കല്യാണം കഴിക്കാൻ സുന്ദരനായിട്ടുള്ള ആള് വരും. അതുകൊണ്ടാണ് രാത്രി ഏകാന്ത സുന്ദരമായത്. കാരണം ഏകാന്തത സുന്ദരമല്ല പലപ്പോഴും, പക്ഷേ അവൾക്ക് ഏകാന്ത സുന്ദരമാണ്. കാരണം വിവാഹപൂർവ്വ രാത്രികൾ, വികാരതരളിത രാത്രികൾ. അതുകൊണ്ടാണ് 7 സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികളായത്. അങ്ങനെ പാടിയിരുന്നവൾക്ക് കുഷ്ഠരോഗം സ്ഥിരീകരിക്കപ്പെടുകയാണ്. കുഷ്ഠരോഗം സ്ഥിരീകരിക്കപ്പെട്ട് സാനിറ്റോറിയത്തിൽ ലെപ്രസി ഹോസ്പിറ്റലിൽ ജീവിതം നഷ്ടപ്പെട്ട് എന്താണ് മനസ്സിൽ സ്വപ്നമെന്നൊരു കള്ളനാണയത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അവർ പറഞ്ഞു പുതിയ ആളോട് പാടാൻ പറയുകയാണ്. അപ്പോൾ പാടുന്ന പാട്ടിന്റെ മീറ്റർ എന്താണ്? വളരെ നീണ്ട ഒരു മീറ്ററാണ്. 7 സുന്ദര രാത്രികൾ എന്ന് പറയുന്ന ഇത്രയുള്ളൊരു മീറ്റർ അല്ല. കറുത്ത ചക്രവാള മതിലുകൾ മുഴുവൻ കാരാഗ്രഹമാണ് ഭൂമി എന്ന് പറയുമ്പോൾ ആ മൊണോട്ടണി, ആ ഒരു അസ്വാതന്ത്ര്യം മുഴുവൻ നമുക്കവിടെ പങ്കുവരുന്നത്. മാത്രമല്ല ഈ സാനിറ്റോറിയം മാത്രമല്ല കാരാഗ്രഹമാണ് ഭൂമി. കാരണം കുഷ്ഠരോഗി പുറത്തിറങ്ങിയാലും കല്ലെറിയും.
അപ്പൊ കറുത്ത ചക്രവാളം തന്നെ മതിൽ കെട്ടിയിരിക്കുകയാണ്. ചക്രവാള മതിൽ കൊണ്ട് ചൂഴ്ന്ന് കിടക്കുന്ന കാരാഗ്രഹമാണ് ഈ ഭൂമി തന്നെ. ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടണം, മരണമല്ലാതെ പറ്റുന്നില്ല. പിന്നെ അതിനകത്ത് പറയും എന്താണ്, പൂജക്കെടുക്കാതെ പുഴുകുത്ത് നിൽക്കും ഈ പൂക്കളധികന്മാർ. നിങ്ങൾക്ക് അവിടെയെല്ലാം ചായങ്ങളൊക്കെ പറ്റിയപ്പോ ഇവിടെ ഈ കറുത്ത ചായ മുക്കി എന്തിന്? രണ്ട് ചോദ്യമാണ് ചോദിക്കുന്നത്. ഞങ്ങളെ മാത്രം കറുത്ത ചായ മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു? ആ കഥയുടെ മർമ്മം അതിനകത്ത് കുടിക്കുന്നില്ലേ? കഥയുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിങ്ങൾ അറിയുന്നില്ലേ? തലേ ദിവസം വരെ, ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ കല്യാണത്തിന് 7 സുന്ദര രാത്രികളിൽ നിന്ന് പാടിയിരുന്നവർ കുഷ്ഠരോഗിയാണ് എന്ന് അറിയപ്പെടുന്നതോടുകൂടി ഞങ്ങളെ മാത്രം കറുത്ത ചായ നോക്കി എന്തിനീ മണ്ണിൽ വരച്ചു? പൂജയ്ക്കെടുക്കാതെ പുഴുകുത്തി വീഴുമേ പൂക്കളെ നിങ്ങൾ മറന്നോ എന്ന് വസന്തത്തോടൊക്കെ ചോദിക്കുന്ന ഒരു കഥാനായിക അവതരിപ്പിക്കുമ്പോൾ പിന്നെ ഡയറക്ടർക്ക് എന്താണ് ജോലി? ഇത് ആവിഷ്കരിച്ചാൽ മാത്രം മതി. അങ്ങനെ പാട്ട് എന്നത് കഥാഖ്യാനത്തിന്റെ അവിഭാജ്യ ഘടകവും അതിനെ വികസിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും അതിന് വൈകാരികമായിട്ടുള്ള വികാര വായ്പ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാക്കി ആയി വയലാറിന്റെ കയ്യിൽ മാറുകയാണ്. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ പറഞ്ഞു പോയാൽ എന്തിന്? ചെമ്മീൻ എന്നുള്ള പടത്തിലെ പാട്ടുകൾ നമുക്കറിയാം. പക്ഷേ ആ ഒരു കടൽ തീരത്ത് നിലവിലിരുന്ന ഒരു മിത്തിന് 2 വരികളിൽ പിന്നെ അരയത്തി പെണ്ണ് തപസ്സിരുന്നു, അവനെ കടലമ്മ കൊണ്ടുവന്നു. അരയത്തി പെണ്ണ് പിഴച്ചു പോയി, അവനെ കടലമ്മ കൊണ്ടുപോയി. കടവൻ കടലിൽ പോയാലേ അവന് കാവൽ നീയാണ്. അതാണല്ലോ ആ മിത്ത്. ആ മിത്തിലാണ് ചെമ്മീനുമുള്ള കഥ മുഴുവൻ പിന്നെ അത് ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആങ്കർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അരയത്തി പെണ്ണ് പിഴച്ചു പോയി, അവനെ കടലമ്മ കൊണ്ടുപോയി. കടവൻ കടലിൽ പോയാലേ അവന് കാവൽ നീയാണ്. ഇത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ എന്ത് ഭംഗിയായി അത് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഓരോ കഥ എടുത്താലും വയലാറിനെ പറ്റി പറഞ്ഞാല് ഇതിലാണ് കഥ പറയും ഗാനങ്ങൾ എന്ന് ഞാനൊരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. കഥ പറയും ഗാനങ്ങൾ ഒരുപാട് കഥകളുണ്ട്. മറ്റൊരു പടം പിന്നെ എന്താണ് പറയണം, മറ്റൊരു പടം സത്യൻ അവസാനമായിട്ട് അഭിനയിച്ച പടം അനുഭവങ്ങൾ പാളിച്ചകൾ. അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ ഒരു സഖാവാണ്, രക്തസാക്ഷിയുമാണ്. അപ്പൊ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ തൂക്കിക്കൊല നടക്കുന്നതിന് മുന്നോടിയായി അന്തരീക്ഷ സൃഷ്ടിക്ക് വേണ്ടി ഒരു പാട്ട് വേണം. എന്താണ് വയലാർ എഴുതിയത്? എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? ഏതൊരു ഇമേജിലാണ് തുടങ്ങുന്നത്? ഇയാളൊരു രക്തസാക്ഷിയാണ്, ആവാൻ പോവുകയാണ്, വിപ്ലവകാരിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ ഇവിടെ കവി പറയുന്നു, ഇയാളെ തൂക്കിക്കൊള്ളുന്നതിന് രാത്രിയാണ്. അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു. ഞാൻ അതിന്റെ ഒരു ചിത്രം കൂടി നിങ്ങൾ കാണും, അതിന്റെ കളർ കൂടി കാണുക. അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു. മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു അഗ്നിപുഷ്പം വിരിഞ്ഞു. പിന്നീട് മരണത്തെ പണ്ട് ജോൺ ഡണ്ണിന്റെ കവിത ഉണ്ടല്ലോ, ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്നൊരു കവിത പോലെ കറുത്ത കഴുക കറുത്ത ചിറകുമായി താണു പറന്ന് കനലിനെ കൂട്ടിൽ നിന്ന് എടുത്തുകൊള്ളു. അതിനു മുമ്പ് പറയും ഗരുഡ പിന്നെ ചുവന്ന ചിറകുമായി താണു പറന്ന് പിന്നെ കനലിനെ മുത്തിനെ എടുത്തുകൊള്ളു. നാളത്തെ നിശീഥത്തിൽ ഈ മുത്ത് രാഗി കാലം ഒരു നക്ഷത്ര ജ്വാലയാണ് എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന ഇതിനെ അപകരിച്ചുകൊണ്ട് പോയി എന്നാണ് നിന്റെ വിചാരം. ഒന്നും സംഭവിക്കില്ല. കാലം ഇതിനെ രാഗി നക്ഷത്ര ജ്വാലയാകും എന്ന് പറയുന്നതിനകത്തുള്ള ഒരു വിപ്ലവം വരും. അടുത്തത് പറയുന്നു കഴുക കറുത്ത ചിറകുമായി താണു പറന്ന് കനലിനെ കൂട്ടിൽ നിന്ന് എടുത്തുകൊള്ളും. നാളത്തെ പ്രഭാതത്തിൽ ഈ കനലൂതി കാലം ഒരു കത്തുന്ന മന്ത്രമാക്കും. ഇതിൽ കൂടുതൽ എന്തൊരു ഹോമേജാണ് ആ രക്തസാക്ഷിക്ക് കൊടുക്കാനുള്ളത്? ഇവന്റെ ത്യാഗം ഇവനെ കൊല്ലാൻ സാധ്യമല്ല. നീ ഒരു വ്യക്തിയെ കൊന്നേക്കാം, പക്ഷേ ഇവന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ നിനക്ക് സാധ്യമല്ല. ഈ കനലൂതി കാലം കത്തുന്ന പന്തമാക്കും എന്ന് പറയുന്ന ആ ഇമേജുകളുടെ ഔചിത്യം എത്ര പറഞ്ഞാലാണ് നമുക്ക് മറക്കാൻ സാധിക്കുക? ഇങ്ങനെ ഓരോ സന്ദർഭത്തെയും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പതിപ്പിച്ചു വെക്കാൻ, വാഗ്മയങ്ങൾ കൊണ്ട് പതിപ്പിച്ചു വെക്കാനുള്ള ഒരു കഴിവ് കൂടിയാണ് വയലാർ മനുഷ്യർക്ക്. 2 പാട്ടുകൾ മാത്രം ഒന്ന് അപഗ്രഥിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. 4 കാര്യങ്ങൾ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. പിന്നെ രചനയുടെ ചാരുതയെ പറ്റി ഞാൻ പറയുന്നില്ല, ഒരുപാടുണ്ട്. അപ്പോൾ 2 പാട്ടുകളൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയത്. ഒന്ന്, ഈ ഉജ്ജയിനിയിലെ ഗായിക എന്നൊരു പാട്ടുണ്ട്. ആർക്കും മനസ്സിലായിട്ടില്ല എന്താ സംഭവം. എന്തൊക്കെയോ പറയുന്നു, ഉജ്ജയിനിയിലെ ഗായികയെ പറ്റി പറയുന്നു. പിന്നെ അവളുടെ മഞ്ചീര ജീവിതത്തിൽ സൃഷ്ടിസ്ഥിതിയെ താളങ്ങൾ എന്ന് പറയുന്നു. ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ അനോട്ടേഷൻ ആരോടെപ്പോൾ പറഞ്ഞു എന്തിനു പറഞ്ഞു.
ആർക്കും മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം പേർക്കും മനസ്സിലായിട്ടില്ല. എന്നാൽ ഇവിടെ പാശ്ചാത്യ സാഹിത്യത്തിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ദി ഓഥർ എന്നുള്ളത്. അത് പിരാന്തൽ എന്നൊക്കെ പറയുന്ന ഈ ഐറിഷ് നാടകത്താണ് ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ദി റൈറ്റർ എന്നൊക്കെ പറഞ്ഞ ചില കൽപ്പനകളൊക്കെ ഉണ്ടെങ്കിൽ ഏതാണ്ട് അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് കാളിദാസനാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കാളിദാസൻ മരിച്ചു, പക്ഷെ കാളിദാസന് മരണമില്ല. കാളിദാസൻ ജീവനോട് തിരിച്ചു വരും എന്ന് പറയുന്ന പോലെ, പക്ഷെ കാളിദാസൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് മരണമില്ല. അതുകൊണ്ടാണ് ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഇതിനകത്ത് എന്തെല്ലാം ആശയങ്ങളുണ്ട്? ഒന്ന്, കാളിദാസൻ മരിച്ചു, ഇല്ലെങ്കിൽ പിന്നെ പ്രതിമയാവില്ലല്ലോ, മാലയിടില്ലല്ലോ. അപ്പൊ കാളിദാസൻ മരിച്ചു, പക്ഷേ മാലയിടുന്നത് ആരാണ്? അദ്ദേഹം തന്നെ സൃഷ്ടിച്ച ഉർവശിയും വിക്രമോർവശീയത്തിലെ ഉർവശിയും മാളവിയാഗ്നിമിത്രത്തിലെ മാളവികയും കൂടിയാണ്. പിന്നെ ഉജ്ജയിനിയിലെ ഗായികയാണ് മാളവികയാണ്. ഈ എല്ലാവരും കൂടെ ചേർന്നാണ് ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിടുന്നത്. എന്ന് പറഞ്ഞാൽ കാളിദാസൻ തന്നെ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം മരിച്ചു പോയിട്ടും ആ തന്റെ സൃഷ്ടാവായിട്ടുള്ള കാളിദാസന് ഹോമേജ് കൊടുക്കുക. ഇനി ഉള്ള രണ്ട് ചരണത്തിൽ കാളിദാസന്റെ കൃതികൾ തന്നെ ജീവനോടെ വരികയാണ്. വരികൾ എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ലെങ്കിലും ഋതുകന്യകയാൽ നൃത്തം വെച്ചു എന്ന് പറഞ്ഞാൽ ഋതുസംഹാരമാണ് കാളിദാസന്റെ ആദ്യത്തെ കൃതി. അപ്പോ ഋതുസംഹാരത്തിൽ നിന്ന് ഋതുകന്യകയാൽ നൃത്തം വെച്ച് വരികയാണ് ഇങ്ങനെ കാളിദാസന്റെ മുമ്പിൽ. മുനികന്യകയാൽ പൂജിച്ചു. മുനികന്യക എന്ന് പറഞ്ഞാൽ ആരെ? ശകുന്തള. ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു അവൾ സ്വയംവര പന്തൽ വിളിക്കുന്നു. ആര്? പാർവതി. അപ്പൊ ഇത്രയും പേര് വന്നിരിക്കുകയാണ്. ഇതിനാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ ഞങ്ങളെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിന് പിന്നെ ആദരം അർപ്പിക്കാനായിട്ട്. പിന്നീടാണ് വരുന്നത് അപ്പോ അലയും ശിലയുടെ കണ്ണ് തുറന്നു. ഈ ശിലയുടെ കണ്ണ് തുറന്നു. കാളിദാസൻ ജീവൻ വരികയാണ് ഈ ആരാധന കൊണ്ട്. കണ്ണ് തുറന്നു. അപ്പോഴോ കാളിദാസൻ കണ്ണ് തുറക്കുമ്പോൾ എന്താണ്? കലയും കാലവും. കാരണം അത്ര വലിയ കവിയാണല്ലോ. അപ്പൊ ഇവളുടെ ഈ നർത്തകിയെ പറ്റി ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ അവളുടെ മഞ്ജീര സിദ്ധിതത്തിൽ സൃഷ്ടി സ്ഥിതിലയ താളങ്ങൾ ഒതുങ്ങി നിന്നു. കാളിദാസന്റെ സൃഷ്ടിയുടെ ആ സൃഷ്ടി സ്ഥിതിലയ താളങ്ങൾ ഈ നർത്തകിയുടെ ചിലമ്പൊലിയിൽ ഒതുങ്ങി നിന്നു എന്ന് പറഞ്ഞ് കാളിദാസൻ എന്ന് പറയുന്ന മഹാകവിക്ക് അദ്ദേഹം തന്നെ സൃഷ്ടിച്ച കഥാപാത്രങ്ങളാൽ ആദരമർപ്പിക്കാൻ ഒരു സങ്കല്പം ഈ വയലാർ രാമവർമ്മയുടെ ഹൃദയത്തിലൂടെ അല്ലാതെ കടന്നു പോവുകയില്ല. ഇതെത്ര പേർക്ക് ഇങ്ങനെയാണ് ഈ പാട്ട് ആസ്വദിക്കേണ്ടത് എന്നറിയാൻ. അതുകൊണ്ടത് പറഞ്ഞു മാത്രം ഒരു പാട്ട് കൂടി പറഞ്ഞ് അത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു പാട്ടാണ്. സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകൾ ഉമ്മ വഹിക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ. പിന്നെ അതിനകത്ത് ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ ഒരുപാടുണ്ടല്ലോ. ചിറകരിയുന്ന പുഷ്പമംഗല രാത്രിയിൽ ഞാൻ വന്ന് പൂവിടുമായിരുന്നു നിന്റെ പർണശാലയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനത് ചെയ്തേന്നൊക്കെയാണ് പറയുന്നത്. താവകാങ്കുലിലാളുന്ന ഒരു താളമായിരുന്നെങ്കിൽ ഞാൻ, അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ കേൾക്കുമ്പോൾ യേശുദാസിന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുദാസിന്റെ ഡ്യുവറ്റായിട്ട് കേൾക്കുമ്പോൾ ഈ പാട്ട് നമ്മളോട് സംവദിക്കുന്നില്ല. ഞാൻ ഈയിടയ്ക്കാണ് യക്ഷി സിനിമയിലെ ചില രംഗങ്ങൾ വീണ്ടും കണ്ടത്. അപ്പൊ ഈ പാട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ സിനിമയിൽ? ആ സിനിമ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സത്യൻ അഭിനയിക്കുന്ന ശ്രീനി എന്ന് പറയുന്ന കഥാപാത്രം ഒരു കോളേജിലെ അധ്യാപകനാണ്, പ്രൊഫസറാണ്, കെമിസ്ട്രി പ്രൊഫസറാണ്. പെൺകുട്ടികൾക്ക് വലിയ ഇഷ്ടമുള്ള നല്ല പ്രൊഫസറും സുന്ദരനും, പക്ഷേ നല്ല അധ്യാപകൻ. പെൺകുട്ടികൾക്കൊക്കെ വലിയ ആരാധനയാണ്. അപ്പോഴാണ് ഇയാൾക്ക് കെമിസ്ട്രി ലാബിൽ ആസിഡ് വേണ്ടി ഇയാളുടെ മുഖം പൊള്ളിപ്പോകുന്നതും പിന്നെ ശാരദ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത് നമ്മൾ യക്ഷിയാണെന്ന് അയാൾക്ക് തോന്നുന്നത്. ഇയാൾ ഇമ്പോർട്ടൻ്റ് ആവുന്നൊക്കെയാണ് കഥ. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഇയാൾ സുന്ദരനായി എല്ലാ പെൺകുട്ടികളുടെയും ആരാധനാപാത്രമായി ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇയാളെ വശീകരിക്കാനായി, അഥവാ അവളുടെ ഹൃദയം അയാളെ അറിയിക്കാനായിട്ട് ഒരു കവിത എഴുതിക്കൊണ്ടുവരികയാണ്. അപ്പോൾ സത്യൻ എന്ന് പറയുന്ന കഥാപാത്രം അധ്യാപകൻ പറയുമ്പോൾ പാടും എന്ന് പറയുമ്പോൾ അവള് ഈ അധ്യാപകന്റെ മുമ്പിൽ നിന്ന് പാടുകയാണ്. എന്താണ് പാടുന്നത്? സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നില്ല, നിന്റെ മനസ്സിൽ ഒരു സ്വപ്നമായിട്ട് ഞാൻ വന്നിരുന്നെങ്കിൽ, സ്വർഗസീമകൾ ഉമ്മ വഹിക്കുന്ന സ്വപ്നമായിരുന്നില്ല എന്ന അധ്യാപകനോട് ഈ വിദ്യാർത്ഥിനി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ എന്താണ് ഹംസതൂലിക ശൈലിയിൽ വന്ന് ചാർത്തിക്കുമായിരുന്നു ഞാൻ എൻ്റെ പ്രേമ സൗരഭം എന്നല്ല അവളെല്ലാം പറയുന്നുണ്ട്. ഞാൻ എല്ലാം
സമർപ്പിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് എന്ന് അവളുടെ ആരാധന അയാളുടെ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ആ പാട്ട്. അങ്ങനെ വരുമ്പോൾ ആ പാട്ട് എന്തൊരു ഉചിതമാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഞാൻ ആ പാട്ടിൻ്റെ വരികൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ലാസ്റ്റായിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അവസാനത്തെ പാട്ടിലൂടെ പാടുമെന്ന് ഞാൻ വിചാരിക്കുന്നത് വയലാറിന്റെ ഹംസഗാനം പോലെ നമ്മൾ കൊണ്ടാടിയ പാട്ടാണ് ചന്ദ്രകളഭം ചാർത്തി എന്തുകൊണ്ട് ആ പാട്ട് ഇത്രയേറെ ശ്രദ്ധേയമായി എന്ന് ചോദിച്ചാൽ വയലാർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഹംസഗാനം പോലെ എഴുതി വെച്ചിട്ട് പോയ പാട്ട്. പക്ഷെ അത് മാത്രമല്ല, അതിനകത്ത് രണ്ട് ആശയങ്ങൾ ആ പാട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, തന്റെ അകാല മരണം കവി മുന്നിൽ കണ്ടിരുന്നോ എന്ന് നമുക്ക് സന്ദേഹിക്കേണ്ടി വരും ആ പാട്ട് കേൾക്കുമ്പോൾ. കാരണം 46 വയസ്സായ കവിയാണ്. അദ്ദേഹം ഈ സന്ദർഭത്തിൽ എഴുതുന്നത് ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടിയെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ജന്മം തീർന്നു എന്നുള്ള മുൻവിധിയിൽ അല്ലെങ്കിൽ ആ ഒരു അറിവിൽ നിന്നാണ് എനിക്ക് മതിയായില്ല, ഇനി ഒരു ജന്മം കൂടി തരുമോ എന്ന് ചോദിച്ച കവിക്ക് ഒരു പ്രിമോണിഷൻ ഓഫ് ഡെപ്ത് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എന്താണ് ഈ കവിക്ക് ജീവിതവുമായിട്ടുള്ള ബന്ധം, ഈ കവിക്ക് പിന്നെ ഹൃദയങ്ങളുമായിട്ടുള്ള ബന്ധം, ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധം, അതെല്ലാം ഈ പാട്ടിൽ സംക്ഷേപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്കൊരു സ്വർഗവും വേണ്ട. ഞാൻ ഈ ഭൂമി അത്ര കണ്ട് സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? ഈ ഭൂമിയിലല്ലാതെ മാനസ സരസ്സുകളുണ്ടോ, ഇവിടെ ചന്ദ്രികയിലുണ്ടോ, മഴവിലുണ്ടോ, എന്തെങ്കിലും എവിടെയുണ്ട്? ഇവിടെയേ ഉള്ളൂ. എനിക്ക് ഈ ഭൂമി മതി. ഈ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? അപ്പൊ ഇതെല്ലാം ഉള്ള ഭൂമിയാണ് എനിക്കിഷ്ടം. കാമുക ഹൃദയങ്ങളും ഈ പിന്നെ മാരിവില്ലുകളും ഈ അരയന്നങ്ങളും മാനസ സരസ്സുകളും എല്ലാമുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമി. അതുകൊണ്ടാണ് ഭൂമി എനിക്കിവിടെ ജന്മം തരുമോ എന്നല്ല ചോദ്യം. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? വാക്കുകൾക്ക് ഒരു പഞ്ഞമില്ല കേട്ടോ. വസുന്ധരേ വസുന്ധരേ ഈ മനോഹര തീരത്ത് തരും. എന്തുകൊണ്ട് മനോഹരം നമ്മൾ പറഞ്ഞു? ഇതെല്ലാമുള്ള കാമുക ഹൃദയങ്ങളുള്ള പിന്നെ ഈ ജീവിതത്തിന്റെ സമസ്ത വിഭൂതികളുമുള്ള ഈ ഭൂമി വസുക്കളെ ധരിക്കുന്നത് കൊണ്ടാണ് വസുന്ധര എന്ന ഭൂമിക്ക് പേര്. വസു എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നർത്ഥം. അഷ്ടവസുക്കൾ, ഐശ്വര്യം എന്നർത്ഥം. എന്താണ് ഇവിടുത്തെ ഈ വസുക്കൾ ആരാണ്? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ മാനസ സരസ്സും ഈ പ്രണയവും ഈ ജീവിതത്തിന്റെ ഈ സൗന്ദര്യവും എല്ലാം ചേർന്ന വസുക്കൾ, ഈ വിഭൂതികൾ, ഈ ഐശ്വര്യങ്ങൾ ധരിക്കുന്നത് കൊണ്ട് ഭൂമിയെ വസുന്ധര എന്ന് സംബോധന ചെയ്തുകൊണ്ട് വസുന്ധരയെ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. കാരണം എന്താണ്? എന്നെ പറയുന്നുണ്ടല്ലോ, കൊതിതീരും വരെ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ട്. എനിക്ക് ജീവിച്ചു മതിയായിട്ടില്ല. മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? കൊതിതീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവർ. അങ്ങനെയില്ല, ആരുമില്ല. കൊതി തീർന്ന് ആരും പോകുന്നില്ല, മതിയായിട്ട് ആരും പോകുന്നില്ല. അതുകൊണ്ട് therefore വസുന്ധരെ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നത് ജീവിതത്തെ അഗാധമായി സ്നേഹിക്കുകയും മനുഷ്യഹൃദയങ്ങളെയും പ്രണയത്തെയും പ്രണയിച്ച ഒരു മഹാകവിയുടെ ജീവിതഗന്ധിയായിട്ടുള്ള അന്ത്യാഭിലാഷം പോലെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങുന്ന ഭൂമി. അവിടെ മഴവിലിന്റെ തൂവൽ കൊഴിഞ്ഞതുപോലെ 7 നിറങ്ങളിലുള്ള തൂവൽ കൊഴിഞ്ഞു വീണ് മനോഹരയാക്കപ്പെട്ട ഭൂമി. ഈ മനോഹരമായ ഭൂമിയിൽ സമസ്ത വിഭൂതികളും അടങ്ങുന്ന വസുന്ധരയിൽ ഇനിയൊരു ജന്മം കൂടി എന്ന് പ്രാർത്ഥിച്ച് അങ്ങ് അനന്തതയിൽ എവിടെയോ നിന്ന് ഈ വാക്കുകൾ കേൾക്കുകയും കേൾക്കാതിരിക്കുകയും ചെയ്ത് എൻ്റെ നമ്മുടെ ഹൃദയത്തിലൂടെ അനശ്വരതയിൽ നിൽക്കുന്ന ഈ പ്രിയ കവിക്ക് എൻ്റെ ഹൃദയപ്രണാമം മാത്രം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ